ദേവസ്വം ബോർഡ് പരീക്ഷയുടെ സിലബസിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആമുഖം, അതുപോലെ ദേശീയ ചിഹ്നങ്ങൾ, അങ്ങനെ നിരവധി ടോപ്പിക്കുകൾ പഠിക്കണമെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ ടോപ്പിക്കുകളാണ് ആമുഖവും ദേശീയ ചിഹ്നങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒരു സിംഗിൾ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട മുഴുവൻ ടോപ്പിക്കുകളും അതുപോലെ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സും നോട്ട്സും എല്ലാം നമ്മളൊരു സ്പെഷ്യൽ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ ദേവസ്വം ബോർഡ് LDC എന്ന് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഇതുപോലെ നമ്മളിടുന്ന സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് പോവുക. നന്നായിട്ട് പഠിച്ച് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ തന്നെ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ദേശീയ പതാക. ഈ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷവും ഡേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947, ഡേറ്റ് ജൂലൈ 22. 1947 ജൂലൈ 22 ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഓർക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. പതാക, ഫ്ലാഗ് എന്നാണല്ലോ ഇംഗ്ലീഷിലുള്ള വാക്ക്. ഫ്ലാഗിൽ 4 അക്ഷരങ്ങളാണല്ലോ ഉള്ളത്, 4 അക്ഷരങ്ങൾ. ജൂലൈ 22 ആ രണ്ടൂടെ കൂട്ടിയാലും ഒരു 4 കിട്ടത്തില്ലേ? സോ ആ ഫ്ലാഗിലെ 4 അക്ഷരങ്ങളുണ്ടെന്ന് ഓർമ്മയിൽ 2 കൂട്ടിയാൽ 4, ആ ഒരു സംഭവമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഫ്ലാഗ് എന്ന വാക്ക് ആരംഭിക്കുന്നത് F എന്ന ലെറ്ററിലാണ് ഫ്ലാഗ് ആരംഭിക്കുന്നത്. ആ F ഒന്ന് ഇടത്തോട്ട് അല്ലെങ്കിൽ ഒന്ന് മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ, എന്നിട്ട് ആ നടുക്കത്തെ സാധനം മാറ്റുവാണെങ്കിൽ ഒരു 7 എന്ന് വരത്തില്ലേ? 7 മാസമാണല്ലോ ജൂലൈ. സോ ജൂലൈ 22 എന്ന് നമുക്ക് കിട്ടും. പിന്നെ പലപ്പോഴും സംശയം വരുന്നത് 47 50 എന്നൊക്കെയുള്ള ഡൗട്ട് തോന്നാം. എന്തായാലും 7 നിന്ന് 47 ഒന്ന് ഉറപ്പിക്കാമല്ലോ. 1947 ജൂലൈ 22 ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഓക്കെ, ഇനി ഇതിൻ്റെ ശില്പി ആരെന്ന് ഓർക്കണം. പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ സ്ഥലം ആന്ധ്രാപ്രദേശാണ്. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ദേശീയ പതാകയുടെ ശില്പിയായ പിംഗലി വെങ്കയ്യയുടെ സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ദേശീയ പതാകയിൽ 3 നിറങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. നമുക്കിതെല്ലാവർക്കും അറിയാമെങ്കിലും പെട്ടെന്ന് പരീക്ഷാ സമയത്ത് മറന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. മുകളിൽ എപ്പോഴും കുങ്കുമമാണെന്ന് ഓർത്തോണം. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. ഇനി ഓരോ നിറവും സൂചിപ്പിക്കുന്നത് എന്തിനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ അത് നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കേണ്ട. ആ നിറവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും സിമ്പിളായിട്ട്. ഇപ്പം കുങ്കുമ നിറം എടുക്കുക. കുങ്കുമം എന്ന് പറഞ്ഞാൽ ഇപ്പം രക്തവുമായിട്ട് കണക്ട് ചെയ്ത്, ചുവപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ആ രീതിയിലൊന്ന് പോകാമല്ലോ. ഈ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാഹുബലി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, രക്തം കൊണ്ട് ഇങ്ങനെ നെറ്റിയെ പൊടിച്ച് വിടുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ ഒരു ധീരത അങ്ങനത്തെയൊക്കെ വിജയിച്ച് വരിക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ത്യാഗം ചെയ്ത് നാടിനെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെയുള്ള അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ ഈ നിറവുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ നമുക്ക്. അത് തന്നെയാണ് സംഭവം. കുങ്കുമ നിറത്തിന് ധീരത, ത്യാഗം എന്നീ അർത്ഥങ്ങളാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിറം സൂചിപ്പിക്കുന്നത് ധീരത, ത്യാഗം. കുങ്കുമ നിറം, ധീരത, ത്യാഗം. ഇനി അടുത്തത് പച്ച നിറമാണ് അല്ലേ? പച്ച നിറം. പച്ച എന്ന് ഓർക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പച്ച നിറം മൊത്തം നമ്മുടെ നാട്ടിലെ പച്ചപ്പും ഹരിതാവയും പച്ചപ്പും ആ ഒരു സംഭവമല്ലേ പച്ച നിറം. പച്ചപ്പ് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓക്സിജൻ കിട്ടത്തുള്ളൂ. അതുപോലെ ഒരുപാട് പച്ചപ്പാടങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നെല്ലും അരിയൊക്കെ കിട്ടി സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒരു അർത്ഥമാണ് സമൃദ്ധി, ഫലഭൂഷ്ഠത. അതൊക്കെയാണ് പച്ച നിറം. സമൃദ്ധി ഓർത്താൽ മതി. സമൃദ്ധി, ഫലഭൂഷ്ഠതയൊക്കെയാണ് പച്ച നിറമെന്ന് അറിഞ്ഞിരിക്കുക. ഇനി വെള്ള നിറം. വെള്ള എപ്പോഴും സമാധാനമാണല്ലോ. സമാധാനവും സത്യസന്ധതയുമാണ് വെള്ള നിറം. വെള്ള നിറം. കുങ്കുമനിറം ധീരത, ത്യാഗം. പച്ച നിറം സമൃദ്ധി, ഫലഭൂഷ്ഠത. അതുപോലെ വെള്ള നിറം സത്യസന്ധത, സമാധാനം. ഓക്കെ, ഇനി അടുത്തത് ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ആര് എന്ന് ചോദിക്കും. അത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഈ നിറങ്ങൾക്കും അതുപോലെ അശോക ചക്രത്തിനും ഒക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ, ഒരു നിർവചനം നൽകിയത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇപ്പോൾ ഈ ഭഗവത്ഗീത പോലെയുള്ള ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വിശദീകരിക്കുന്നത്, പുരാണങ്ങളെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ വിശദീകരിക്കുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഓർത്ത് നമ്മൾ സീരിയലിലൊക്കെ കണ്ടേക്കുന്ന പോലെ ഇതൊക്കെ ഫുള്ള് വിശദീകരിക്കുന്ന ഒരു കൃഷ്ണനാണ്. ഇതിൻ്റെ എല്ലാ അർത്ഥമൊക്കെ വിശദീകരിക്കുന്ന കൃഷ്ണനാണ്. ഈ അർജുനോട് കൃഷ്ണൻ മറ്റേ ഭഗവത്ഗീതയൊക്കെ യുദ്ധത്തിന് മുമ്പ് എന്തോ വിശദീകരിക്കുകയല്ലേ, ആർക്കും അറിയാൻ മേലാത്ത എന്തൊക്കെയോ തത്വങ്ങളാണല്ലോ അത്. അപ്പോൾ അങ്ങനെ വിശദീകരിക്കുന്ന എപ്പോഴും കൃഷ്ണനാണെന്നൊരു ചുമ്മാ ഒരു ഐഡിയ വന്നാൽ സൈഡായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് അങ്ങ് പഠിച്ചു പോകാം. ദേശീയ പതാകയുടെ നിറങ്ങളും അശോക
ചക്രത്തിൻ്റെയൊക്കെ വ്യക്തമായ ഒരു നിർവചനം പറയുന്നത് ഒരു കൃഷ്ണനാണ്, അത് രാധാകൃഷ്ണനാണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഓർക്കാൻ വേണ്ടി ചുമ്മാ കൃഷ്ണനുമായിട്ടൊക്കെ കണക്ട് ചെയ്തേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും മൂല്യമുള്ള വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പം നിർവചനം നൽകിയത് പതാകയ്ക്കും പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും ഒക്കെ വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ പച്ച, അതുപോലെ കുങ്കുമ നിറം, വെള്ള നിറമൊക്കെ പറഞ്ഞു. ഈ അശോക ചക്രത്തിൻ്റെ നിറവും ഓർത്തിരിക്കണം, അത് നാവിക നീലയാണ് അശോക ചക്രത്തിൻ്റെ നിറം. അശോക ചക്രത്തിൻ്റെ നിറം നാവിക നീലയാണെന്ന് ഓർത്തിരുന്നോണം. ഇനി അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് അത് അശോക സ്തംഭത്തിൽ നിന്നാണ്. അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. അശോക ചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഇപ്പോൾ ഈയിടെ ചോദ്യം വന്നില്ലേ, ദേശീയ പതാകയുടെ ശില്പിയായ പിംഗലി വെങ്കയ്യയുടെ സ്ഥലം എവിടെ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഈ അശോക സ്തംഭം എവിടെയാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലാണ് അശോക സ്തംഭം. ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ഒറ്റവട്ടോടെ പറയാം, ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് അരക്കാലുകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാം. അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം അത് 24ആണ്. അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24. പരീക്ഷാ സമയത്ത് ഒരുപക്ഷെ 24ആണോ 26ആണോ എന്നുള്ള രീതിയിൽ ആ 20 ഉള്ള ഒരു സംശയമായിരിക്കും വരുന്നത്. അപ്പോൾ 24, 2ഉം 4ഉം ഈവൻ നമ്പറായ 2ഉം 4, അത് രണ്ടുകൂടെ കൂട്ടിയാൽ 6 കിട്ടുമല്ലേ. ഈ സദാനന്ദ സമയത്തിൽ ദിലീപ് പറയുന്ന കാലൻ്റെ നമ്പറും 6ആണല്ലോ. ചക്രം നമ്മുടെ തലയിൽ കൂടെ കയറിപ്പോയാൽ പിന്നെ നമ്മൾ ലോകത്തെത്തും അല്ലേ. ഏതെങ്കിലും വണ്ടിയുടെ ചക്രം തലയിൽ കൂടെ കയറിയാൽ തട്ടിപ്പോവും, കാലം നമ്മളെ കൊണ്ടുപോകുന്ന ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചുമ്മാ കണക്ഷൻ ഓർത്താൽ 2ഉം 4 കൂട്ടി 6ആയി. 6ഉമായിട്ട് കണക്ട് ചെയ്ത് കാലനുമായിട്ട് ചക്രം കയറുന്നതുമായിട്ട് കണക്ട് ചെയ്ത് ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24 എന്നൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24ആണ്. അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, നിങ്ങൾക്ക് ഓർമ്മ കാണില്ല മനസ്സിൽ, ദീർഘചതുരാകൃതിയാണ് ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ചോദിക്കാം. നീളവും വീതിയുമാണ് ലെങ്തും ബ്രെഡ്ത്തും. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ഇനി തിരിച്ചു ചോദിക്കാം, ഒരു പക്ഷേ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം എന്ന് ചോദിക്കും. അത് 2:3. ചോദ്യം എങ്ങനെയാണോ, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണോ എന്ന് നോക്കി വ്യക്തമായിട്ട് വേണം നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ. നമ്മളെ മാറിപ്പെടുത്തും. നീളവും വീതിയും ചോദിച്ചിട്ട് 2:3 ഓപ്ഷനായി ചിലപ്പോൾ കാണും. അങ്ങനെയൊക്കെ ഇവിടെ എന്താ പറയുക, പറ്റിപ്പുകളൊക്കെ നടക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ഉത്തരം എഴുതിക്കോണം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2, വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 2:3. നീളവും വീതിയുമാണെങ്കിൽ 3, നീളവും വീതിയുമാണെങ്കിൽ 3:2, വീതിയും നീളവുമാണെങ്കിൽ 2:3. ഓക്കെ. ഇനി ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അറിഞ്ഞിരിക്കുക. ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി പതാകയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആദ്യ പതാക ഉയർത്തിയ സ്ഥലവും അങ്ങനെ വേറെ കുറേ ചരിത്രമൊക്കെയുണ്ട്. ഒത്തിരി ചരിത്രത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ദേശീയ പതാകയാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ദേശീയ പതാകയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോയിന്റുകൾ മാത്രമേ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പണ്ടത്തെ പതാകയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദിച്ച ഒരു ചോദ്യം കൂടെ ജസ്റ്റ് ഇവിടെ ഞാനൊന്ന് പറഞ്ഞു പോയി. ഇപ്പം അങ്ങനെ ആ ചോദ്യം കാണാറില്ല. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന താമരകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. അത് പ്രിലിമിനറി മെയിനും ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 8ആണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന താമരകളുടെ എണ്ണം 8ആണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്ന താമരകളുടെ എണ്ണം 8ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി KKGSS എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. KKGSS. ഈ KKGSS 9 വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് നിർമ്മിക്കുന്നത്. 9 നമ്പർ ഓർത്തിരിക്കുക. 9 KKGSS 9 വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് നിർമ്മിക്കുന്നത്. ഇനി ഇതിലെ ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാക 150 100 100 mm × 100 150 mm × 100 150 100 ഏറ്റവും ചെറുത് 150 100 അല്ലെങ്കിൽ 6:4 ഏറ്റവും ചെറുത് 150 100 ഏറ്റവും വലുത് 6300 4200 ഏറ്റവും ചെറുത് 150 100 ഏറ്റവും വലുത് 6300 4200. ആ ഒരു അളവിൻ്റെ നമ്പർ ഒന്ന് മനസ്സിലുണ്ടാകണം.
പിന്നെ കുറച്ചെണ്ണോട് ഞാൻ പറയാം. ഏറ്റവും ചെറുത് ഏതാണ്? 150, 100. ഏറ്റവും വലുത് 6300, 4200. VVIPകളുടെ വിമാനത്തിലുള്ള പതാക 450, 300 റേഷ്യോയിലാണ്. 450, 300 റേഷ്യോയിലാണ് VVIPകളുടെ വിമാനത്തിലുള്ള പതാക. അതുപോലെ കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകകളുടെ വലിപ്പം എന്ന് പറയുന്നത് 225, 150. കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ വലിപ്പം 225, 150. മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന പതാകയുടെ വലിപ്പം 150, 100. അപ്പോൾ ഏറ്റവും ചെറുത് മേശപ്പുറത്താണ്. ഏറ്റവും ചെറുതാണ് 150, 100. അത് മേശപ്പുറത്താണ്. കാറുകളിൽ 225, 150. VVIPകളുടെ വിമാനത്തിൽ 450, 300. ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാക 6300, 4200. ഓക്കെ, അപ്പോൾ ഏറ്റവും വലുത് 6300, 4200. ഏറ്റവും ചെറുത് 150, 100. അതാണ് മേശപ്പുറത്ത്. അപ്പോൾ അത്രയും പോയിന്റുകൾ എന്താ പറയുക, KKGSS 9 തരത്തിലുള്ള വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാക നിർമ്മിക്കുന്നതിൽ ഒന്ന് അതിനകത്തു നിന്നുള്ള കുറച്ച് പോയിന്റുകളായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം ചോദിക്കാം. അത് 1931. 1931, 1931 ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം. ഒന്നുകൂടെ പറയാം, ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം 1931. മുകളിൽ നിന്ന് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളും മധ്യത്തായി ചർക്കയും അടങ്ങിയതായിരുന്നു ത്രിവർണ്ണ പതാക. അപ്പോൾ ചർക്ക അവിടെ ഉണ്ടായിരുന്നു ആദ്യം അംഗീകരിച്ചത്, അതൊന്ന് ഓർത്തോണം. മുകളിൽ നിന്ന് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളും മധ്യത്തിലായി ചർക്കയും അടങ്ങിയതായിരുന്നു ത്രിവർണ്ണ പതാക. 1931 മുതൽ 47 വരെ ത്രിവർണ്ണ പതാകയുടെ മധ്യത്തിൽ ചർക്കയും 47 ജൂലൈ 22 എന്ന് വെച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ പതാക അംഗീകരിച്ചു. 47 ജൂലൈ 22 മുതൽ ഇത് ധർമ്മചക്രമായും, അതായത് അശോക ചക്രമായി രൂപമാറ്റവും വരുത്തി. അപ്പം ഏറ്റവും ആദ്യകാലത്ത് ചർക്കയായിരുന്നു, പിന്നീട് അത് അശോക ചക്രമായി. അശോക ചക്രമായത് 47 ജൂലൈ 22 മുതൽ 31 മുതൽ 47 വരെ ത്രിവർണ്ണ പതാകയുടെ മധ്യത്തിൽ ചർക്കയായിരുന്നു എന്ന് ഓർത്തോണം. ഇനി 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആദ്യമായി ചെങ്കോട്ടയിൽ, റെഡ് ഫോർട്ടിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി കുറച്ച് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന കുറച്ച് പരിപാടിയാണ്. സംഭവം എന്താണെന്ന് ഞാൻ പറയാം. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി, എന്നാൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി. റിപ്പബ്ലിക് ആണെങ്കിൽ രാഷ്ട്രപതി. റിപ്പബ്ലിക്ക് റായും രായും തമ്മിലൊരു ബന്ധമില്ല, അപ്പോൾ കണക്ട് ചെയ്യാമല്ലോ. റിപ്പബ്ലിക്ക് രാഷ്ട്രപതി എന്ന് വേണമെങ്കിൽ പറഞ്ഞു. ചിലർ ഈ നാക്ക് എന്താ പറയുക, ചിലപ്പോൾ ചിലർക്ക് അബദ്ധം പറ്റാറില്ലേ, രാഷ്ട്രപതിക്ക് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് രാഷ്ട്രപതി എന്നൊക്കെ പറയുന്നവൻ. അപ്പോൾ അങ്ങനെയൊക്കെ രായും റായും തമ്മിലുള്ള കണക്ഷൻ വെച്ച് റിപ്പബ്ലിക് ആണെങ്കിൽ രാഷ്ട്രപതി എന്ന് ഓർക്കുക. രാജ്പത്തിൽ വെച്ച് റിപ്പബ്ലിക്ക്, രാഷ്ട്രപതി രാജ്പത്തിൽ വെച്ച് റിപ്പബ്ലിക്ക്, രാഷ്ട്രപതി രാജ്പത്തിൽ വെച്ച്. ഇനി എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ, സ്വാതന്ത്ര്യമാണെങ്കിൽ പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യം ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന് പറഞ്ഞല്ലോ. സ്വാതന്ത്ര്യമാണെങ്കിൽ പ്രധാനമന്ത്രി, ചെങ്കോട്ടയിൽ വെച്ച്. അപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ വെച്ച്. അപ്പം റിപ്പബ്ലിക് ആണെങ്കിൽ രാഷ്ട്രപതി രാജ്പത്തിൽ വെച്ച്. ഓക്കെ, ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാരുണ്ട്. അത് ചന്ദ്രശേഖറും ഗുൽസരിലാൽ നന്ദയുമാണ്. ഗുൽസരിലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ചന്ദ്രശേഖറും ഗുൽസരിലാൽ നന്ദയുമാണ് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാർ. ചന്ദ്രശേഖറും ഗുൽസരിലാൽ നന്ദയും. പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാരാണ് ചന്ദ്രശേഖരും ഗുൽസരിലാൽ നന്ദയും. ഇനി ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല നമ്മൾ നേരത്തെ പറഞ്ഞു, കർണാടകയിലെ ഖാദി ഗ്രാമോദയ സംയുക്ത സംഘം KKGSS ആണെന്ന് ഓർത്തിരിക്കുക. കർണാടകയിലെ ഹൂബ്ലിയിലാണ്. ഇത് 1957 നവംബർ 1 സ്ഥാപിതമായത്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കമ്മിറ്റികളുണ്ടല്ലോ, അതിൽ പഠിക്കുന്നതാണ്. രാജേന്ദ്ര പ്രസാദാണ് ദേശീയ പതാക അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ. രാജേന്ദ്ര പ്രസാദാണ് ദേശീയ പതാക രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ദൗത്യം, ഇത് നമ്മൾ സയൻസ് മേഖലയിൽ പഠിക്കേണ്ടതാണ്. അപ്പോളോ 15, 71 അപ്പോളോ 15 ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ചത്. 1971 അപ്പോളോ 15. 1971 അപ്പോളോ 15. ഇനി ഇന്ത്യൻ പതാക നിയമവുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റുകളോട് നമ്മളൊന്ന്
അറിഞ്ഞിരിക്കണം. ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം. ഇന്ത്യൻ പതാക നിയമം ആ പേരുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ. പതാകയെക്കുറിച്ച് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടു. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം. ഡേറ്റ് ആണ് ഓർത്തിരിക്കേണ്ടത്. ഇത് നിലവിൽ വന്നത് 2002 ജനുവരി 26. 2002 ജനുവരി 26 നിലവിൽ വന്നത്. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ PD ഷേണായി ആണ്. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ PD ഷേണായി. 2022 എന്നാണ് ഞാൻ പറഞ്ഞത്. 2002 ജനുവരി 26 നിലവിൽ വന്നത്. PD ഷേണായി ആണ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതുപോലെ ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്, ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നവീൻ ജിണ്ടാലാണ്. നവീൻ ജിണ്ടാൽ. ഇതൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നവീൻ ജിണ്ടാൽ. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ നവീൻ ജിണ്ടാൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം ഇന്ത്യൻ പതാക, ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ദേശീയ ചിഹ്നമായ സിംഹമുദ്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ദേശീയ ചിഹ്നം സിംഹമുദ്ര. ഇതിനെ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 26 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. ഒരുപാട് ഡേറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ദേശീയ ഗാനമാണെങ്കിൽ 1950 ജനുവരി 24. അപ്പോൾ അങ്ങനെ പല ഡേറ്റുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷാ സമയത്ത് ഒരുപക്ഷെ കൺഫ്യൂഷനൊക്കെ വന്നേക്കാം. 24 26 എന്തൊക്കെ 1950 47 എന്നൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് സിംഹമുദ്ര 1950 ജനുവരി 26 എന്ന് മനസ്സിൽ നിന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചെറിയൊരു സൈഡായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ക്രിക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരാൾ ഹാഫ് സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ 50 സ്കോർ ചെയ്യുവാണെങ്കിൽ അവനെ സിംഹം അല്ലെങ്കിൽ പുലി എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. നമുക്കിവിടെ സിംഹം എടുത്താൽ മതി. നമ്മൾ സിംഹം എന്ന് വിളിക്കുന്ന ഓർത്താൽ മതി. അപ്പോൾ സിംഹം എന്തായാലും 50 അടിച്ചിരിക്കും. ഒരു സിംഹം ആണെങ്കിൽ അവൻ 50 അടിക്കും. അപ്പോൾ സിംഹം 50 ആയിട്ട് കണക്ട് ചെയ്ത് 1950 സിംഹമുദ്ര എന്ന് ഉറപ്പിക്കാമല്ലോ. ഇനി 26 24 ജനുവരി 26 24 എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. ഈ 26 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കാലൻ്റെ നമ്പറാണ്. നമ്മുടെ സദാനന്ദന സമയം സിനിമയിൽ ദിലീപ് പറയുന്നുണ്ട് 6 കാലൻ്റെ നമ്പറാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്നവനാണല്ലോ കാലൻ. അപ്പോൾ സിംഹത്തിന് മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു സിംഹം നല്ല വിശന്നിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാലൻ്റെ അടുത്ത് അല്ലെങ്കിൽ കാലം നമ്മളെ കൊണ്ടുപോകാൻ റെഡിയാകും അല്ലേ. അപ്പോൾ സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ എന്തായാലും 6 കാലം വന്ന് കൊണ്ടുപോകും. അപ്പോൾ സിംഹവും 6 കണക്ട് ചെയ്ത് ജനുവരി 26 ഉറപ്പിക്കാമല്ലോ. സോ 50 ജനുവരി 26 1950 ജനുവരി 26 ഡേറ്റ്. ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 26. ഓക്കെ, ഇനി ഇത് എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ദേശീയ ചിഹ്നമായ സിംഹമുദ്ര എടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. ഇനി സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. 4 മൃഗങ്ങളുണ്ട്. സിംഹം, കാള, കുതിര, ആന. സിംഹം, കാള, കുതിര, ആന. സിംഹവും ആനയും. സിംഹം ഏറ്റവും വലിയ കാട്ടിലെ ഏറ്റവും വലിയ രാജാവ്. ആന അതുപോലെ തന്നെ നാട്ടിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു നമ്മുടെ ഇവിടുത്തെ മൃഗമല്ല. അപ്പോൾ 2 ശക്തര് സിംഹവും ആനയും കണക്ട് ചെയ്യാൻ. പിന്നെ ഒരു കുതിരയും കാളയും കൂടെ ഉണ്ടെന്ന് ഓർത്താൽ മതി. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളാണ് സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, കുതിര, ആന. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവയാണ്. ദീനനാഥ് ഭാർഗവയാണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവ. അതൊന്ന് ഓർക്കാൻ വേണ്ടി. ദീനനാഥ് ഭാർഗവ. ദീനം എന്ന് പറഞ്ഞാൽ അസുഖമാണല്ലോ. ഇപ്പോൾ സിംഹമുദ്രയൊക്കെ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ സിംഹത്തിൻ്റെ ആ ഒരു സിമ്പലൊക്കെ വരയ്ക്കാൻ വേണ്ടി ഒരു സിംഹത്തിന് മുമ്പിൽ പോയി പുള്ളിയിരിക്കാൻ തീരുമാനിച്ചെന്ന് ഓർത്തി. അപ്പോൾ സിംഹത്തിന് മുമ്പിൽ സാധാരണ രീതിയിൽ പോയിരുന്ന സിംഹം നമ്മളെ അങ്ങ് തീർക്കും. അതുകൊണ്ട് സിംഹം ദീനമൊക്കെ പിടിച്ച് എണീക്കാൻ മേലാതെ സങ്കടപ്പെട്ടിരുന്നപ്പം അല്ലെങ്കിൽ വയ്യാതെ കിടന്നപ്പോഴാണ് പുള്ളി പോയി മുദ്ര അങ്ങ് സെറ്റാക്കിയെന്ന് ഓർത്ത് ദീനം പിടിച്ച് കിടന്നു. ദീനനാഥ് ഭാർഗവ. സിംഹമായിട്ട് കണക്ട് ചെയ്യാലോ. ദേശീയ ചിഹ്നമായ സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവ. ദേശീയ ചിഹ്നമായ സിംഹമുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവ. ഓക്കെ, ഇനി ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതയാണ്. പണ്ട് എപ്പോഴും ബേസിക് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ദേശീയ മുദ്രയായ സിംഹമുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാചകം സത്യമേവ ജയതേ. വാക്യം സത്യമേവ ജയതേ എന്നതാണ് ദേശീയമുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇനി സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കുക. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യ.
ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യ. ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയ വർഷം ഏതെന്ന് ചോദിക്കാം. 2005. നമ്മൾ 50 അടിക്കുന്നൊക്കെ പറഞ്ഞല്ലോ, ആ 50-ൽ ഒരു 0 എടുത്താൽ 5 കിട്ടുമല്ലോ. 2005 ഉറപ്പിക്കാമല്ലോ. പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ 2006, 2007 ഒക്കെ വരുമ്പം 5 അങ്ങനെ ആ രീതിയിൽ നിന്ന് മൈൻഡിൽ ഉറപ്പിക്കാം. ദേശീയ ചിഹ്നമായ സിംഹമുദ്രയുടെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2005. ദേശീയ ചിഹ്നമായ സിംഹമുദ്രയുടെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയ വർഷം 2005. ഓക്കെ, അപ്പോൾ 50 ജനുവരി 26 അംഗീകരിച്ചത്. സരനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് സിംഹമുദ്ര എടുത്തത്. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുണ്ട്. ദീനാനാഥ് ഭാർഗവയാണ് രൂപകൽപ്പന ചെയ്തത്. ഇതിന് ചുവട്ടിലുള്ളത് സത്യമേവ ജയതേ, മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം സ്റ്റാർ ഓഫ് ഇന്ത്യയാണ്. സിംഹമുദ്രയുടെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയത് 2005. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സിംഹമുദ്രയും ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. അടുത്തത് ദേശീയ ഗാനമായ ജനഗണമനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ ഡേറ്റാണ്, അംഗീകരിച്ച ഡേറ്റ്. ജനഗണമനയെ ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24. അതോർത്തിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുമ്പോൾ ഏതൊരു ഇന്ത്യനും മനസ്സിലൊരു പഞ്ചോട് കൂടിയ ഒരു ദേശീയത ഇങ്ങനെ തിങ്ങി നിറയുമെന്ന് ഓർത്തേ. അഞ്ച് ഒരു പഞ്ചുള്ള പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പഞ്ച് തോന്നുന്നത് നമ്മുടെ ദേശത്തിൻ്റെ ഗാനമാണ് ദേശീയ ഗാനം. അപ്പോൾ ആ രീതിയിൽ പഞ്ച് തോന്നും. പഞ്ചിൽ നിന്ന് 5-ലേക്ക് എത്താമല്ലോ. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷനിൽ 47, 48 കാണുമ്പോൾ പഞ്ച് ഓർമ്മയുണ്ടെങ്കിൽ 5-ലേക്ക് എത്തി 50-ലേക്ക് എത്താമല്ലോ. അടുത്ത് കിടക്കുന്നതിൽ പഞ്ചുള്ളത് 50 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ 50-ലേക്ക് എത്താം. 1950. ഇനി ജനുവരി 24 എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം ഓപ്ഷനിൽ നോക്കുമ്പോൾ. 26, 24 ഒക്കെ കാണും ഓപ്ഷനിൽ. അതുകൊണ്ട് 24 എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ദേശീയ ഗാനമായ ജനഗണമന കേൾക്കുമ്പോൾ നമ്മളൊക്കെ ജനഗണമന കേൾക്കുമ്പോൾ എന്താണ്, എണീറ്റ് നിൽക്കും അല്ലേ? ജനഗണമന കേൾക്കുമ്പോൾ നമ്മുടെ ദേശത്തോട് ബഹുമാനമുള്ളവരൊക്കെ പറ്റാവുന്നവരൊക്കെ എണീറ്റ് നിൽക്കും. അപ്പോൾ ആ എണീക്കുക, എത്ര നിലത്ത് വയ്യാതെ ഇരുന്നാലും ദേശീയത ഉള്ളിൽ തിങ്ങി നിറയുമ്പോൾ അവർ ചാടി എണീറ്റ് നിൽക്കും. നിലത്ത് നിന്ന് എണീറ്റ് നിൽക്കുമെന്ന് ഓർത്ത് ദേശീയഗാനം കേൾക്കുമ്പോൾ നിലത്തു നിന്ന് എണീറ്റ് നിൽക്കും. നിലം 4. അപ്പോൾ 4 എന്നുള്ള ആ ഒരു നമ്പറിലേക്ക് അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. സോ ജനുവരി 24 ഉറപ്പിക്കാമല്ലോ. ജനുവരി 26, ജനുവരി 24 ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ ജനഗണമനയൊക്കെ ചോദിക്കുമ്പോൾ. അപ്പോൾ ജനുവരി 24 നിലത്ത് നിന്ന് എണീറ്റ് നിൽക്കും. ജനുവരി 24 1950 ജനുവരി 24 ഭരണഘടന അംഗീകരിച്ചത്. ജനഗണമനയെ ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24. ഇത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇതിന് സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂറാണ് സംഗീതം നൽകിയത്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂർ. ദേശീയ ഗാനം പാടുവാണല്ലോ, സിംഗ് ചെയ്യുവാണല്ലോ. റാം സിംഗ് താക്കൂറാണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്. രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇനി ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നോർത്തിരിക്കുക. സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂർ, ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിൽ. ഇനി ഇത് രചിച്ചിരിക്കുന്ന ഭാഷ, ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷ. ആലപിക്കാനെടുക്കുന്ന സമയം, ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്നത് 52 സെക്കൻഡുകളാണ്. ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സമയം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ 52 സെക്കൻഡാണ്. ഇപ്പോൾ കഴിഞ്ഞ 2ാം ഘട്ട പ്രിലിംസിലൊക്കെ ഈ ചോദ്യം ഉണ്ടായിരുന്നു. ദേശീയ ഗാനം ആലപിക്കാനെടുക്കുന്ന സമയം അത് 52 സെക്കൻഡാണ്. 52 സെക്കൻഡ്സ്, 52 സെക്കൻഡ്സ് ആണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്നത്. ഇതിൻ്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ 20 സെക്കൻഡാണ് എടുക്കുന്നതെന്നും അറിഞ്ഞിരിക്കുക. ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യം ഏതെന്ന് ചോദിച്ചാൽ ഭാരത് ഭാഗ്യവിധാത എന്ന പദ്യമാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ദേശീയ ഗാനത്തിൽ തന്നെ ഉണ്ടല്ലോ ഭാരത് ഭാഗ്യവിധാത. അപ്പോൾ ആ ഒരു പദ്യത്തിൽ നിന്നാണ് ദേശീയ ഗാനം എടുത്തിരിക്കുന്നത്. ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യമാണ് അല്ലെങ്കിൽ കൃതിയാണ് ഭാരത് ഭാഗ്യവിധാത എന്ന കൃതിയിൽ നിന്നാണ് ദേശീയ ഗാനം എടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ കൃതിയാണ് അല്ലെങ്കിൽ പദ്യമാണ് ഭാരത് ഭാഗ്യവിധാത. ഈ ഭാരത് ഭാഗ്യവിധാത പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം തത്വബോധിനി പത്രികയാണ്. തത്വബോധിനി പത്രികയിലാണ് ഭാരത് ഭാഗ്യവിധാത ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഭാരത് ഭാഗ്യവിധാതയിൽ നിന്നാണ് ദേശീയ ഗാനം എടുത്തിരിക്കുന്നത്. തത്വബോധിനി പത്രികയിലാണ് ഇതാദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ഇനി ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഡിസംബർ 27 11. അപ്പം ഡേറ്റ് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, വർഷം ഓർത്തിരിക്കുക. 1911 കൊൽക്കത്ത സമ്മേളനം. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ
വെച്ചാണ്, കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ദേശീയഗാനം ആദ്യമായി ആലപിച്ചത്. ദേശീയഗാനം നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്പർ 1 അല്ലേ, അപ്പോൾ 2 അടുപ്പിച്ച് ചെയ്തതിൽ 11 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ദേശീയഗാനം ആലപിച്ചത്. ഇനി ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി സരളാ ദേവി ചൗധരണിയാണ്. സരളാ ദേവി ചൗധരണിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി. സരളാ ദേവി ചൗധരണി ജനഗണമന ആദ്യമായി ആലപിച്ചു. പേരോർത്തിരിക്കുക, സരളാ ദേവി ചൗധരണി ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഈ ജനഗണമനയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാന്ന് ചോദിക്കാം, രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ഒറ്റ പറയാം, ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ഓക്കെ. ഇനി രവീന്ദ്രനാഥ് ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലം മദനാപ്പള്ളി, ആന്ധ്രാപ്രദേശിലെ മദനാപ്പള്ളിയാണ്. അതും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും രവീന്ദ്രനാഥ് ടാഗോറിനെ സഹായിച്ചത് മാർഗരറ്റ് കസിൻസാണ്. മാർഗരറ്റ് കസിൻസ്. ഇപ്പോൾ പുള്ളി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനൊക്കെ കസിൻസിൻ്റെ സഹായമൊക്കെ ഒന്ന് തേടി എന്ന് ഓർത്തത്. നമ്മളെല്ലാവരും എന്തെങ്കിലും നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ കസിൻസിനെയൊക്കെയല്ലേ വിളിക്കുന്നത്. അതുപോലെ ടാഗോറും കസിൻസിനെ വിളിച്ചെന്ന് ചുമ്മാ ഒരു തമാശ രീതിയിൽ സെൻറ്റൻസ് ഓർത്തേ. കസിൻസ്, മാർഗരറ്റ് കസിൻസാണ് പുള്ളിയെ ഇംഗ്ലീഷിലേക്ക് ദേശീയഗാനം മൊഴിമാറ്റാൻ സഹായിച്ചത്. ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും ടാഗോറിനെ സഹായിച്ചത് മാർഗരറ്റ് കസിൻസ്. അതുപോലെ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത്. എന്നാൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോറാണ്. സഹായിച്ചത് മാർഗരറ്റ് കസിൻസ് ആണ്. ഹിന്ദിയിലേക്ക് ആബിദ് അലി, ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് 10 തവണയാണ് ആവർത്തിക്കുന്നത്. ജയ എന്ന വാക്ക് 10 തവണയാണ് ദേശീയ ഗാനത്തിൽ ആവർത്തിക്കുന്നത് എന്ന് ഓർത്തിരുന്നോണം. ദേശീയഗാനത്തിൽ 10 തവണയാണ് ജയ എന്ന വാക്ക് ആവർത്തിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അസംബ്ലി കൂടിയപ്പോൾ വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. എന്നാൽ ജനഗണമന ആലപിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചതെന്നും അറിഞ്ഞിരിക്കുക. നമ്മുടെ സ്കൂളിലൊക്കെ പലരുടെയും ഇപ്പോഴും തുടക്കത്തിൽ വന്ദേ മാതരം ഉണ്ട്. അസംബ്ലിക്കൊക്കെ സ്കൂൾ വിടുമ്പം ജനഗണമനയുണ്ട്. അത് ഓർത്താൽ മതി. 47 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അന്നേരം ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ അതിൻ്റെ അസംബ്ലി കൂടിയപ്പോൾ ജനഗണമന അവസാനിച്ചപ്പോൾ പാടി, തുടങ്ങിയപ്പം വന്ദേമാതരം പാടിയാണ് തുടങ്ങിയതെന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ ദേശീയഗാനമായ ജനഗണമന 1950 ജനുവരി 24 ഭരണഘടന അംഗീകരിച്ചത്. രചിച്ചത് ടാഗോറാണ്. സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂറാണ്. ശങ്കരാഭരണത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. 52 സെക്കൻഡാണ് പാടാനെടുക്കുന്ന സമയം. ഭാഗ്യവിധാത എന്ന ടാഗോറിൻ്റെ കൃതിയിൽ നിന്നാണ് എടുത്തത്. അതുപോലെ തത്വബോധിനി പത്രികയിലാണ് ആദ്യമായി ഭാഗ്യവിധാത പ്രസിദ്ധീകരിച്ചത്. 1911 കൊൽക്കത്ത സെഷനിലെയാണ് ആദ്യമായി ജനഗണമന ആലപിച്ചത്. ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തി സരളാദേവി ചൗധരണിയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ടാഗോറാണ്. എന്നാൽ ജനഗണമന ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ സഹായിച്ച വ്യക്തി, ടാഗോറിനെ സഹായിച്ചത് മാർഗരറ്റ് കസിൻസ് ആണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ. ജയ എന്ന വാക്ക് 10 തവണയാണ് ദേശീയ ഗാനത്തിൽ ആവർത്തിക്കുന്നത്. അടുത്തത് ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന 2022 പ്രിലിംസ് പരീക്ഷകളിൽ 1ാം ഘട്ടവും 2ാം ഘട്ടവും ഒക്കെ പരീക്ഷകളിൽ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ ഇതിനു മുമ്പ് നടന്ന 2021 പരീക്ഷകളിലും ഒക്കെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് തന്നെ പോവുക. ഓക്കെ. ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ ദേശീയഗീതം വന്ദേമാതരമാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വന്ദേമാതരമാണ് നമ്മുടെ ദേശീയഗീതം. വന്ദേമാതരം ദേശീയഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. 1950 ജനുവരി 24 വന്ദേമാതരം ദേശീയഗീതമായി അംഗീകരിച്ചത്. നമ്മൾ ദേശീയ ഗാനം പഠിച്ചപ്പോഴും സെയിം ഡേറ്റ് ആണല്ലോ പറഞ്ഞത്. അതും അംഗീകരിച്ചത് 1950 ജനുവരി 24 പറഞ്ഞു. ഈ ദേശീയ ഗീതവും ദേശീയ ഗാനവും രണ്ടും പാടുന്ന സംഭവമല്ലേ, നമ്മൾ രണ്ടും പാടുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ പാട്ടുമായി ബന്ധപ്പെട്ട രണ്ടും, അല്ലെങ്കിൽ ഗാനവുമായി ബന്ധപ്പെട്ട, ഗീതവുമായി ബന്ധപ്പെട്ട വരുന്ന രണ്ടും, സംഗീതവുമായി ബന്ധപ്പെട്ടത് രണ്ടും 1950 ജനുവരി 24 സെയിം ഡേറ്റ് ആണെന്ന് ഓർത്തിരിക്കുമല്ലോ. സോ ദേശീയ ഗീതമായ വന്ദേമാതരം അംഗീകരിച്ചത് 1950 ജനുവരി 24. ഇനി ഇത് രചിച്ചത് ആര് എന്ന് അറിഞ്ഞിരിക്കണം. അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത്. ഇതാണ് 1ാം ഘട്ട പ്രിലിംസിന് 2022 1ാം ഘട്ട 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ചത്.
വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി അടുത്ത ഒരു 3-4 പോയിന്റ് ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു സെൻറ്റൻസ് പറയാം. ആ സെൻറ്റൻസ് പറഞ്ഞതിന് ശേഷം ആ പോയിന്റുകൾ പറയുമ്പോൾ എവിടെയെങ്കിലും നിങ്ങളുടെ മൈൻഡിലൊന്ന് സ്ട്രൈക്ക് ആയിക്കോളൂ. ഓക്കെ. ഒരു ദേശത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി ഭയങ്കര മാജിക്കാരനായിരുന്നു. ഒരു ദേശത്തെ ഒരു സന്യാസി, അയാൾ ഭയങ്കര മാജിക്കാരനാണ്. ഈ മാജിക്കാരനെ നമ്മൾ പൊതുവേ ജാദു എന്നൊക്കെ ഈ ഹിന്ദിക്കാർ വിളിക്കുമല്ലോ, ജാദു. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, ജാദു എന്ന് പറഞ്ഞാൽ മാജിക്കാരനാണോ? ഈ ഋതിക് റോഷൻ്റെ കോയി മിൽ ഗയക്കകത്ത് ഋതിക് റോഷന് മറ്റേ സൂപ്പർ പവേഴ്സ് ഒക്കെ കൊടുക്കുന്ന ആ അന്യഗ്രഹ ജീവിയെ അമ്മമാരെല്ലാം കൂടെ ജാദു എന്ന് വിളിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മാജിക്കാരനെ ജാദു ആക്കിയത്. കണക്ട് ചെയ്യണമല്ലോ. അപ്പം ഒരു ദേശത്തൊരു സന്യാസി ഉണ്ടായിരുന്നു, ഭയങ്കര മാജിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയെ ജാദു എന്ന് വിളിച്ചു. ഓക്കെ. അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ മാജിക്കൊക്കെ കണ്ട് അവിടെ ഒരുപാട് സങ്കടത്തിലിരുന്ന, എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലാതിരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ആനന്ദം തോന്നിയെന്ന് അങ്ങ് വിചാരിച്ച് ഒരു ദേശത്ത് ഒരു സന്യാസി മാജിക്കാരൻ്റെ പേര് ജാദുവിൻ്റെ മാജിക്കൊക്കെ കണ്ട് സങ്കടപ്പെട്ടിരുന്നവർക്കെല്ലാം ആനന്ദം ലഭിച്ചു. അങ്ങനെ ഒരു സെൻറ്റൻസ് അങ്ങ് ചുമ്മാ ഓർക്കുക. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജാദുവിൽ നിന്ന് ജാദുനാഥ് ഭട്ടാചാര്യയിലേക്ക് എത്താമല്ലോ. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. ഒരു ദേശത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. ഇനി ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ജാദുവിൻ്റെ മാജിക് കണ്ട് എല്ലാവർക്കും ആനന്ദം ലഭിച്ചെന്ന് പറഞ്ഞില്ലേ, ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഈ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ഇത് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ദേശത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നല്ലോ പറഞ്ഞല്ലേ ഞാൻ തുടങ്ങിയത്. സന്യാസിയാണല്ലോ ജാദു. അപ്പോൾ സന്യാസി കലാപം, ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത്രയും പോയിന്റുകളും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സൈഡായിട്ട് ചുമ്മാ ഒരു സെൻറ്റൻസ് പറഞ്ഞു പോയത്. ഈ സെൻറ്റൻസ് പറഞ്ഞു പോകുന്നതൊക്കെ എന്തിനാണെന്നൊക്കെ ചിലർ ചിന്തിക്കാം. പക്ഷേ പരീക്ഷാ സമയത്ത് ഇതൊക്കെ കൺഫ്യൂഷൻ വന്നാലും മാറിപ്പോയാലും ഈ സെൻറ്റൻസ് ആയിരിക്കും ചിലപ്പോൾ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ ആ ഒരു പോയിന്റ് സമയത്ത് കിട്ടുവാണെങ്കിൽ അതൊരു ഗുണമല്ല. അതുകൊണ്ടൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നത്. വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗമാണ്. ഇന്ത്യയുടെ ദേശീയഗീതമായ ഈ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ആനന്ദമഠം എന്ന നോവല് സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രചിച്ചിരിക്കുന്നത്. ഈ ആനന്ദമഠം എന്ന നോവല് രചിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ പരീക്ഷകളിൽ ആനന്ദമഠവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് ചോദിക്കാൻ ഒരുപക്ഷെ സാധ്യതയുള്ള സന്യാസി കലാപമായിരിക്കും. ആനന്ദമഠം എന്ന നോവല് രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ഓർത്തിരിക്കുക. സന്യാസി കലാപം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവിടെ ഒരു കോഡ് പോലെ ഒരു സംഭവം ചേർത്തത്. കാരണം എങ്ങാനും ചോദിച്ചാലോ. ഇനി ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ് ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ദ അബേ ഓഫ് ബ്ലിസ് എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്ത. അതുപോലെ ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്തയാണ് ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത്. ആനന്ദമഠം എന്ന സിനിമ ഹേമന്ത് ഗുപ്ത. അതുപോലെ ഇംഗ്ലീഷിലേക്ക് ആനന്ദമഠം തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്ത. 2 പോയിന്റുകൾ പറഞ്ഞു. ഒന്നുകൂടെ പറയാം. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്ത. അതുപോലെ ഹേമന്ത് ഗുപ്തയാണ് ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത്. വന്ദേമാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷയാണ്. നേരത്തെ ജനഗണമന പഠിപ്പിച്ചപ്പോഴും നമ്മൾ ബംഗാളി ഭാഷ തന്നെ പറഞ്ഞു. അതും ഇവിടെയും ബംഗാളി ഭാഷ തന്നെയാണ്. വന്ദേമാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷ. അതുപോലെ തന്നെ ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. നേരത്തെ 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആലപിച്ചതെന്ന് പറഞ്ഞു. വന്ദേമാതരമാണെങ്കിൽ 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ടതെന്ന് ഓർത്തിരിക്കുക. രണ്ടും കൊൽക്കത്ത സമ്മേളനമാണ്. വന്ദേമാതരമാണെങ്കിൽ 1896, എന്നാൽ ജനഗണമനയാണെങ്കിൽ 1911. ഓക്കെ. ഇനി 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ
ഈ വന്ദേമാതരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആരാണ് ആലപിച്ചത് എന്ന് ചോദിക്കാം. അത് രവീന്ദ്രനാഥ ടാഗോറാണ്. 96 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ, വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരബിന്ദോ ഘോഷാണ്. മദർ ഐ ബോട്ട് ടു ദി എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. അപ്പോൾ അരബിന്ദോ ഘോഷാണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചതെന്ന് അറിഞ്ഞിരിക്കുക. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്ര സെൻഗുപ്തയാണ്. എന്നാൽ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരബിന്ദോ ഘോഷാണ്. രണ്ടും മാറിപ്പോകരുത്. ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്ര സെൻഗുപ്തയാണ്. അതുപോലെ വന്ദേമാതരം ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരബിന്ദോ ഘോഷാണ്. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗിയിലാണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത്. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത് കർമ്മയോഗിയിലാണ്. 1909 കാലഘട്ടത്തിലാണ്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. ഓർത്തിരിക്കുക, വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. വന്ദേമാതരത്തിൽ പരാമർശിക്കുന്നത് ഏത് ഹൈന്ദവ ദൈവത്തെയാണെന്ന് ചോദിക്കും. അത് ദുർഗയാണ്. വന്ദേമാതരത്തിൽ പറയുന്ന ഹൈന്ദവ ദൈവം ദുർഗയാണ്. ഓർത്തിരിക്കുക, വന്ദേമാതരത്തിൽ പറയുന്ന ഹൈന്ദവ ദൈവം ദുർഗയാണ്. നമ്മൾ നേരത്തെ ദേശീയഗാനം പഠിച്ചപ്പോൾ എത്ര സമയം എടുക്കും അത് പാടാനെന്നുള്ള രീതിയിലൊരു പോയിന്റ് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 65 സെക്കൻഡാണ്. വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 65 സെക്കൻഡാണ്. ദേശീയഗാനം എത്രയാണ്? 52 സെക്കൻഡ്. ദേശീയഗാനം 52 സെക്കൻഡും ദേശീയഗീതം 65 സെക്കൻഡും. 65 വന്ദേമാതരത്തിന് 65. ദേശീയഗീതം ആലപിക്കാൻ 65 സെക്കൻഡ്. ഓക്കെ. ഇനി 1997 പുറത്തിറങ്ങിയ വന്ദേമാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് ആരായിരിക്കും? AR റഹ്മാനാണ്. 1997 ഇറങ്ങിയ വന്ദേമാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് AR റഹ്മാനാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ആദ്യം പറഞ്ഞ 1-2 പോയിന്റ് മാത്രം ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇത് അംഗീകരിച്ചത് 1950 ജനുവരി 24, രൂപപ്പെടുത്തിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രചിച്ചത്. അതുപോലെ സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ, ചിട്ടപ്പെടുത്തിയ രാഗം ദേശ്. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഈ വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയാണ് ആനന്ദമഠം. അതുപോലെ ആനന്ദമഠം രചിച്ചിരിക്കുന്നത് സന്യാസി കലാപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത്രയും കാര്യത്തിന് ഞാനൊരു കോഡൊക്കെ പറഞ്ഞായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളോട് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ്. ഇതിനെ അംഗീകരിച്ച വർഷം, ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് 1957 1957. 1957 ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത്. ഡേറ്റ് ഓർത്തിരിക്കുക, മാർച്ച് 22. ഡേറ്റും PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. 1957 മാർച്ച് 22 ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1957 മാർച്ച് 22. ഒറ്റോടെ പറയാം. 1957 മാർച്ച് 22 ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിച്ചത്. ഓക്കെ. ഇനി ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ്. AD 78 കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. എന്നറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കനിഷ്കനാണ് ശകവർഷം ആരംഭിച്ചത്. കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ മേഘനാഥ് സാഹയാണ്. ശകവർഷ കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ മേഘനാഥ് സാഹ. കലണ്ടർ നോക്കിയാണല്ലോ ഇപ്പം വർഷകാലമൊക്കെ എപ്പോൾ വരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. മഴ എപ്പോൾ വരും, മേഘങ്ങൾ എപ്പോൾ ഉരുണ്ടുകൂടി മഴ വരും, കലണ്ടർ കണക്ട് ചെയ്യാമല്ലോ. മേഘനാഥ് സാഹയാണ് കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ 1957 മാർച്ച് 22 അംഗീകരിച്ചു. കനിഷ്കനാണ് ആരംഭിച്ചത്. AD 78 മേഘനാഥ് സാഹയാണ് കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇനി ശകവർഷത്തിൽ കുറേ മാസങ്ങളുണ്ട്. മാസങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എല്ലാം ഒന്നും നിങ്ങൾക്ക് ഇപ്പം ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിലേറ്റവും ആദ്യത്തേതും അവസാനത്തേതും എന്തായാലും ഇപ്പം തന്നെ പഠിച്ചു വെക്കണം. ആദ്യത്തെ മാസം ചൈത്രമാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമാണ്. അവസാന മാസം ഫൽഗുനമാണ്. ആദ്യത്തെ മാസം ചൈത്രമാണ്, അവസാനത്തെ മാസം ഫൽഗുനമാണ്. അതുപോലെ വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭദ്രം, അശ്വിനം, കാർത്തിക, അഗ്രഹായനം, പൗഷം, മാഘം, ഫൽഗുനം. എങ്ങനെയാണ് മാസങ്ങൾ? ആദ്യത്തെ മാസം ചൈത്രമാണ്, അവസാനത്തെ മാസം ഫാൽഗുനമാണെന്നും അറിഞ്ഞിരിക്കുക. ആദ്യത്തേത് ചൈത്രം, അവസാനത്തേത് ഫാൽഗുനം. 1957 മാർച്ച് 22. ഡേറ്റ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ശകവർഷം ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1957 മാർച്ച് 22. 1957 മാർച്ച് 22 കനിഷ്കനാണ് ആരംഭിച്ചത്. AD 78 കലണ്ടർ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ മേഘനാഥ് സാഹ. ഓക്കെ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ദേശീയ പക്ഷിയാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ് എന്ന്
അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം 1963. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ പ്രഖ്യാപിച്ചത് 63. മയില് 3 2 മയിലാണല്ലോ തുടങ്ങുന്നത്, അപ്പം 63 എന്ന് ഉറപ്പിക്കാമല്ലോ. 1963 മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഒരു നമ്പറിന് മാത്രം ചെറിയൊരു ചുമ്മാ ഒരു കണക്ഷൻ പോലെ എന്തെങ്കിലും പറയുന്നത്, ഇപ്പം ഈ നമ്മൾ അത്യാവശ്യം പഠിച്ചവർക്ക് അല്ലെങ്കിൽ വായിച്ചിട്ട് പോകുന്നവർക്ക് പരീക്ഷാ സമയത്ത് ഈ വർഷങ്ങളിൽ കൺഫ്യൂഷൻ വരുന്നത് ആ തൊട്ടടുത്ത് കിടക്കുന്ന വർഷമാണെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ 62 63 ഒക്കെ കൊടുത്താൽ ഏതാണ്, അങ്ങനത്തെ ഒരു സംഭവം വരും. അപ്പം അങ്ങനെ മയിൽ 3 1963 മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത്. പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് മയിലിൻ്റെ ശാസ്ത്രീയനാമം. ശാസ്ത്രീയനാമം ഇപ്പം അങ്ങനെ BSc പരീക്ഷകളിൽ ഈ ഒരു മേഖലയിൽ ചോദിക്കാറില്ല, അല്ലാതെ സയൻസിലൊക്കെ ചോദിക്കാം. അപ്പം സയൻസിൽ നിങ്ങൾ എന്തായാലും പഠിക്കുന്നുണ്ടല്ലോ. പാവോ ക്രിസ്റ്റാറ്റസ് എന്നതാണ് മയിലിൻ്റെ ശാസ്ത്രീയനാമം. സലീം അലി ഇന്ത്യയുടെ ദേശീയ പക്ഷിയാക്കാൻ നിർദ്ദേശിച്ചത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനാണ്. പക്ഷേ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. 1963 മുതലാണ് ദേശീയ പക്ഷിയായി മയിൽ 63 പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റുകൾ ദേശീയ പക്ഷി മയിലുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇനി ദേശീയ മൃഗമാണ്. റോയൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. 1972 റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് 1972. 63 മയിലിനെ പ്രഖ്യാപിച്ചു, 72 റോയൽ ബംഗാൾ കടുവയെ പ്രഖ്യാപിച്ചു. 63 മയിൽ, 72 കടുവ. ഓക്കെ, 72 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നുവെന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ പാന്തേറ ടൈഗ്രിസ് എന്നതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. പാന്തേറ ടൈഗ്രിസ് എന്നതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ 3 പോയിന്റുകൾ ദേശീയ മൃഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ബംഗാൾ കടുവ, റോയൽ ബംഗാൾ കടുവയാണ് ദേശീയ മൃഗം. 1972 ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. പാന്തേറ ടൈഗ്രിസ് എന്നതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. 72 മുമ്പ് സിംഹമായിരുന്നു. 72 കടുവയായത്, 63 മയിലായി. ഓക്കെ, ഇനി ദേശീയ ജലജീവി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അടുത്തിടെ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ദശാബ്ദം ഓക്കെ ആ സമയത്താണ് ദേശീയ ജലജീവിയെ പ്രഖ്യാപിച്ചത്. ഗംഗാ ഡോൾഫിനെയാണ് ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ നദി എല്ലാവർക്കും ഗംഗയാണെന്ന് അറിയാമായിരിക്കുമല്ലോ. അപ്പം നദിയിലാണല്ലോ ജലം. ജലജീവി ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനാണ് ദേശീയ ജലജീവി. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബറിലാണ്. 2009 ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. പ്ലാറ്റിനിസ്റ്റ ഗ്യാൻജൻറ്റിക്ക എന്നതാണ് ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം. പ്ലാറ്റിനിസ്റ്റ ഗ്യാൻജൻറ്റിക്ക. ഓക്കെ, ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏത് എന്ന് ചോദിച്ചാലും ഗംഗാ ഡോൾഫിനാണ്. അപ്പോൾ ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ്. 2009 മുതൽ 2009 ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. പ്ലാറ്റിനിസ്റ്റ ഗ്യാൻജൻറ്റിക്ക എന്നതാണ് ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതെന്ന് ചോദിച്ചാലും ഗംഗാ ഡോൾഫിനാണ്. അപ്പോൾ ഗംഗാ ഡോൾഫിൻ 2009. ദേശീയ മൃഗം കടുവ 72. അതുപോലെ ദേശീയ പക്ഷി മയിൽ 63. ഓക്കെ, അടുത്തത് ദേശീയ പൈതൃക മൃഗം അല്ലെങ്കിൽ ദേശീയ പൈതൃക ജീവി. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമെന്ന് അറിഞ്ഞിരിക്കുക. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. 2010 ആനയെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്. അതുപോലെ കുറച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഔദ്യോഗിക മൃഗമായി ആനയെ കാണുന്നുണ്ട്. അവ കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നിവയാണ്. കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ ആന ഔദ്യോഗിക മൃഗമായി കാണുന്ന സംസ്ഥാനങ്ങളാണ്. ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടക, ജാർഖണ്ഡ്. കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഔദ്യോഗിക മൃഗം ആനയാണെന്ന് അറിഞ്ഞിരിക്കുക. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. അതുപോലെ ദേശീയ പൈതൃക ജീവി ആനയാണെന്ന് ഓർത്തിരിക്കുക. പൈതൃക ജീവി എന്ന് ചോദിച്ചാലും പൈതൃക മൃഗമെന്ന് ചോദിച്ചാലും ആനയാണ്. 2010 മുതലാണ് ആന ദേശീയ പൈതൃക മൃഗമായി ആനയെ ദേശീയ പൈതൃക മൃഗമായി ആചരിക്കുന്നത്. ഓക്കെ, അടുത്തത് ദേശീയ ഫലമാണ്. ദേശീയ ഫലം എന്ന് പറയുന്നത് മാങ്ങയാണ് ദേശീയ ഫലം. ദേശീയ ഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക എന്നതാണ്. മാങ്ങയുടെ ശാസ്ത്രീയ നാമം. അതുപോലെ ഫലങ്ങളുടെ രാജാവ് എന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിക്കുന്നത് മാങ്ങയെപ്പറ്റിയാണല്ലോ. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ പാകിസ്ഥാൻ്റെ, ഫിലിപ്പീൻസിൻ്റെ ഒക്കെ ദേശീയ പൈതൃക ദേശീയ ഫലമെന്ന് പറയുന്നത്
മാങ്ങ തന്നെയാണ്. പാകിസ്ഥാനും ഫിലിപ്പീൻസും, ഇന്ത്യ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാനും ഫിലിപ്പീൻസും. അപ്പോൾ ദേശീയ പൈതൃക ജീവി പറഞ്ഞു. പൈതൃക ജീവി ഏതാണ്? ആനയാണ്. അതുപോലെ ദേശീയ ഫലം മാങ്ങയാണ്. മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമമെന്നും അറിഞ്ഞിരിക്കുക. അടുത്തത് ദേശീയ പുഷ്പം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറയുന്നത് താമരയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് BJP ആണല്ലോ. BJPയുടെ ഒരു സിമ്പലും താമരയാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലും ഓർത്താലും കണക്ട് ചെയ്യാമല്ലോ. ഇന്ത്യയുടെ ആദ്യമായിട്ട് PSC പഠിക്കുന്നവർക്ക് താമരയൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ വിശ്വാസം. ദേശീയ പുഷ്പം താമരയാണെന്നുള്ളത്. ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫറ എന്നതാണ്. നിലംബോ ന്യൂസിഫറ എന്നതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നിലംബോ ന്യൂസിഫറ. അതുപോലെ വിയറ്റ്നാം, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളിലെയും ദേശീയ പുഷ്പം താമരയാണ്. വിയറ്റ്നാമിലെയും ഈജിപ്റ്റിലെയും ദേശീയ പുഷ്പം താമരയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു എക്സ്ട്രാ അറിവായിട്ടാണെങ്കിലും ഓർത്തിരുന്നു. ഭാവി നിങ്ങളെല്ലാവരും വല്ല കോടീശ്വരം പരിപാടിക്ക് പോയി ചോദിച്ചാൽ ഉത്തരം എഴുതാമല്ലോ, ഉത്തരം പറയാമല്ലോ. ഓക്കെ, അപ്പോൾ ദേശീയ പുഷ്പം താമര, നിലംബോ ന്യൂസിഫറ എന്നതാണ് ശാസ്ത്രീയ നാമം. വിയറ്റ്നാം, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളും താമരയാണ് ദേശീയ പുഷ്പമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അടുത്തത് ദേശീയ വൃക്ഷം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് പേരാലിൻ്റെ ശാസ്ത്രീയ നാമം. ദേശീയ വൃക്ഷം പേരാലാണ്. ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് പേരാലിൻ്റെ ശാസ്ത്രീയ നാമം. ദേശീയ വൃക്ഷം പേരാൽ. അപ്പോൾ ദേശീയ ഫലം മാങ്ങ, ദേശീയ പുഷ്പം നിലംബോ ന്യൂസിഫറ എന്നറിയപ്പെടുന്ന താമര, ദേശീയ വൃക്ഷം പേരാലാണ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലെ പുണ്യ നദി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഗംഗയാണ്. ഗംഗയെപ്പറ്റി പറയുവാണെങ്കിൽ കുറേ പോയിന്റുകൾ പറയാനുണ്ട്. കാരണം ജോഗ്രഫിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് നദികൾ എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട നദി തന്നെയാണ് ഗംഗ. അപ്പോൾ നിങ്ങളവിടെ പഠിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഡേറ്റ് എന്നാണ് ഇത് അംഗീകരിച്ചത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് എന്നതോടെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008-ലാണ്. 2008-ലാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഈ ഗംഗ എന്നെഴുതുന്നത് തന്നെ ഗായ എന്ന അക്ഷരത്തിലല്ലേ. ഗായയുടെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചിട്ടൊന്ന് നേരെ എഴുതിയാൽ 8 വരുമല്ലോ. സോ 2008-ലാണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഏകദേശം 2525 ഇത്രയും കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരമെന്ന് പറയുന്നത്, നീളമെന്ന് പറയുന്നത്. 2525 ഗംഗയുടെ നീളമെന്ന് പറയുന്നത്. ഗംഗ ഇന്ത്യയിലെ പുണ്യനദി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ദേശീയ നദി ഏതെന്ന് ചോദിച്ചാലും ഗംഗയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ദേശീയ ഭാഷ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ചോദിക്കാം. അത് 343(1) ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 343(1) ആണ് ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരിയാണ്. ഓർത്തിരിക്കുക. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരിയാണ്. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1925 കാൺപൂർ സമ്മേളനം. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം 25 കാൺപൂർ സമ്മേളനമാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 343(1) മലയാളം ഇംഗ്ലീഷിനെ കലർത്തി ഞാൻ പറയുന്നില്ലേ. 343(1) എന്ന് പറയുന്നത് 343(1) അല്ലെങ്കിൽ 343(1) ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരി. അതുപോലെ INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം 1925 കാൺപൂർ സമ്മേളനം. ഇനി നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെല്ലാം പെട്ടെന്ന് ഞാൻ ഒന്നുകൂടി ക്വിക്കായിട്ട് പറഞ്ഞു പോവാം. അപ്പം പഠിച്ചതെല്ലാം ഓർമ്മയിലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പറയാത്തതും ഇതിന് കൂട്ടത്തിൽ പറയുന്നതാണ്. ദേശീയ പതാക ത്രിവർണ പതാക, ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേമാതരം, ദേശീയ കലണ്ടർ ശകവർഷം, ദേശീയ പുഷ്പം താമര, ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ, ദേശീയ പക്ഷി മയിൽ, ദേശീയ ഭാഷ ഹിന്ദി, ദേശീയ വൃക്ഷം പേരാല്, ദേശീയ ഫലം മാങ്ങ, ദേശീയ കായിക വിനോദം ഹോക്കിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലൊരു കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോക്കി അല്ല, ഇപ്പോൾ അങ്ങനെ കായിക വിനോദം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഓപ്ഷൻ നോക്കി അതനുസരിച്ച് നിങ്ങൾ ഉത്തരം എഴുതുക. ദേശീയ ലിപി ദേവനാഗരിയാണ്. ഇന്ത്യയുടെ ദേശീയ ലിപി ഏതെന്ന് ചോദിച്ചാൽ ദേവനാഗരി. ദേശീയ നദി ഗംഗാനദിയാണ്. 2008 നവംബർ 4 അംഗീകരിച്ചത്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം കൂടെ ചിലപ്പോൾ ചോദിക്കാം. ആ ഒരു രൂപയുടെ ആ ഒരു സൈനോടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ.
നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനുകൾ അനുച്ഛേദം 14, അനുച്ഛേദം 15, അനുച്ഛേദം 16, അനുച്ഛേദം 17. ഏത് ആർട്ടിക്കിളാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും പറയുന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 14 അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ അല്ലേ? തുല്യത എന്ന വാക്ക് കിട്ടിയാൽ നമുക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമല്ലോ. എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന അനുച്ഛേദമല്ലേ 14. അപ്പോൾ തുല്യത എന്ന വാക്കാണ് പ്രധാനമായും നമുക്ക് ഈ ഒരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ന്യൂമറിക്കൽ വാല്യൂമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലേക്ക് വരേണ്ടത് അല്ലേ? അപ്പോൾ ഈ 14 ഈ 1 4 1 കൂട്ടിയാൽ 14 എന്ന അക്കത്തിലെ അല്ലെങ്കിൽ ആ സംഖ്യയിലെ 1 4 1 കൂട്ടിയാൽ അക്കത്തിലെ അല്ല ആ സംഖ്യയിലെ അക്കങ്ങളായിട്ടുള്ള 1 4 കൂട്ടിയാൽ നമുക്ക് 5 എന്ന് ലഭിക്കും. നമ്മൾ തുല്യതയുമായി ബന്ധപ്പെട്ട് 5നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. നമ്മൾ 5 എണ്ണം വെച്ച് ഇപ്പോൾ 5 നിനക്ക് 5 എനിക്ക്, അങ്ങനെ 5 എന്ന് പറയുന്നത് ഒരു തുല്യതയുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. ഇപ്പോൾ 50-50 എന്ന് പറഞ്ഞാൽ 50-50 എന്ന് പറഞ്ഞാലും തുല്യതയാണ് അല്ലേ? 50 എണ്ണം നിനക്ക് 50 എനിക്ക്, അല്ലെങ്കിൽ 50% ചാൻസ് ജയിക്കാൻ 50% ചാൻസ് തോക്കാൻ, അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും 5 വരുന്നത് ഒരു തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സംഭവമായിട്ട് പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ 4 1 കൂട്ടിയാൽ 5 എന്ന് പറയുന്ന തുല്യത, തുല്യ നിയമം, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം, നമുക്ക് മനസ്സിലേക്കൊന്ന് കോർത്ത് പോകാം. ഓക്കെ, അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ അനുച്ഛേദം 14 എന്ന് ആ രീതിയിലൊന്ന് മനസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോകാം. ഓക്കെ, എന്തെങ്കിലും ഒരു കണക്ഷൻ ഞാൻ എപ്പോഴും പറയുന്നത് പരീക്ഷാ സമയത്ത് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നാലും ഇതുപോലുള്ള കണക്ഷനുകളൊന്ന് ഓർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കണക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും പറയുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓക്കെ, ബാക്കി ആർട്ടിക്കിളുകളിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് 15 16 അനുച്ഛേദം 15 16. ഓക്കെ, ഈ 2 ആർട്ടിക്കിളും നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിലെ കാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മളെ മരിച്ച് എന്താ പറയുക കൊല്ലാൻ കൊണ്ടുപോകുന്നത്, മരിക്കാറാകുമ്പോൾ വന്ന് കഴുത്തിൽ കയറൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന, ആത്മാവിനെ കൊണ്ടുപോകുന്ന, നരകത്തിൽ വിടണോ സ്വർഗത്തിൽ വിടണോ എന്നൊക്കെ തീരുമാനിക്കുന്ന വ്യക്തിയാണല്ലോ ഈ കാലൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലനുമായി ബന്ധപ്പെടുത്തിയാണ് ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 15 1 5 കൂട്ടിയാൽ എന്ത് വരും? 6 എന്ന് ലഭിക്കും അല്ലേ? 1 5 കൂട്ടിയാൽ 6. അതുപോലെ 16 ഒരു 6 ഉണ്ടല്ലോ, അതിലും ഒരു 6 ഉണ്ട്. ഈ സദാനന്ദൻ്റെ സമയം സിനിമ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? അതിന് ദിലീപ് ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ, 6 എന്ന് പറയുന്നത് കാലൻ്റെ നമ്പറാണ്. ഒരു 7 തിരിയിട്ട വിളക്കിൽ ഒരു തിരി കെട്ട് പോകുമ്പോൾ 6 തിരിയാവും. അപ്പം കണ്ടില്ലേ 6 തിരിയാണ് കത്തുന്നത്, 6 എന്ന് പറയുന്നത് കാലൻ്റെ നമ്പറാണെന്ന് പറഞ്ഞ് പുള്ളി കുറേ അന്ധവിശ്വാസമൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്കും അന്ധവിശ്വാസം എടുക്കാം, 6 എന്ന് പറയുന്നത് കാലൻ്റെ നമ്പറാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ 5 1 കൂട്ടിയപ്പോൾ 6 കിട്ടി, 15 നിന്ന് 6 കിട്ടി, 16 ഓൾറെഡി ഒരു 6 ഉണ്ട്. ഓക്കെ, കാലനുമായിട്ട് നമ്മൾ 2 ആർട്ടിക്കിളിനെ ബന്ധപ്പെടുത്തി. ചുമ്മാ ഇങ്ങനെയൊക്കെ കണക്ഷൻ ഉണ്ടാക്കുന്നത് രസകരമായ രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഇനി ആരെയാണ് ഈ കാലൻ നരകത്തിൽ കൊണ്ടിടുന്നത്? ദുഷ്പ്രവർത്തി ചെയ്യുന്നവരെ അല്ലേ? അപ്പോൾ ഈ മതം, വർഗം, ജാതി, അതുപോലെ ജാതി മതമൊക്കെ പറഞ്ഞ് വിവേചനം കാണിക്കുന്നവരെ കാലൻ നരകത്തിൽ ഇടത്തില്ലേ? അപ്പോൾ അങ്ങനെ ഓർക്കാമല്ലോ, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൗരനോട് വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15. അപ്പം ജാതി, വർഗം, മതം ഇതൊക്കെ കാണിച്ചാൽ കാലൻ നരകത്തിൽ ഇടുമെന്ന് ഓർത്താൽ മതി. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15. ഓക്കെ, അനുച്ഛേദം 15. അപ്പം ഇങ്ങനെയൊക്കെ വിവേചനം കാണിച്ചാൽ കാലൻ നരകത്തിയിടും. കാലനുമായി ബന്ധിപ്പിച്ച് 5 1 6 ആക്കി. അപ്പോൾ ആ രീതിയിൽ ഓർത്തിരിക്കും. ഒരു ബന്ധമില്ലാത്ത ആരും ഉപയോഗിക്കാത്ത കോഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഇതൊക്കെ എന്ത് കോഡാണെന്ന് ഓർത്ത് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിരിക്കത്തില്ലേ, അല്ലെങ്കിൽ മനസ്സിലൊന്ന് വിചാരിക്കത്തില്ലേ? ആ ഒരു സംഭവം മതി പരീക്ഷാ സമയത്ത് നമുക്ക് ഓർത്തിരിക്കണം. എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പം മതം, വർഗം, ജാതി, ലിംഗം എന്നിവയിലൊക്കെ വിവേചനം കാണിച്ചാൽ നിങ്ങൾ ഓർത്തോളുക, കാലൻ പിടിച്ച് നരകത്തിയിടും. ഓക്കെ, അപ്പം മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15 അനുച്ഛേദം 15. എന്നിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ്. അതും ആർട്ടിക്കിൾ 15 പറയുന്നുണ്ട്. ഇതുപോലെ മതം, വർഗം, ജാതി അങ്ങനത്തെയുള്ള സംഭവങ്ങളിൽ വിവേചനം പാടില്ല, എന്നിരുന്നാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകാവുന്നതാണ് എന്നും 15 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത അനുച്ഛേദത്തിലേക്ക് പോകുന്നു. അനുച്ഛേദം 16
16, ആർട്ടിക്കിൾ 16 അതും നമ്മൾ കാലനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പോവുകയാണ്. ഓക്കെ, ഈ ആർട്ടിക്കിൾ 16 പറയുന്ന ശരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്നു എന്ന് വെച്ചാൽ ഗവൺമെൻറ് ജോലികളിലൊക്കെ എല്ലാവർക്കും ഒരേപോലെ അഴിമതിയൊന്നുമില്ലാതെ ഒരേപോലെ നിയമനം നൽകണമെന്നൊക്കെയാണ് 16 പറയുന്നത്. ഇനി അതെങ്ങനെ കാലനുമായിട്ട് കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ അന്യൻ സിനിമ നിങ്ങളെല്ലാവരും കണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്യൻ അല്ലേ, അന്യൻ സിനിമയിലെ അന്യൻ എന്ന് പറയുന്ന അവൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി അതൊരു കാലൻ്റെ ഒരു ഡെവിൾ ഫോമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാമല്ലോ. കാലൻ ഡെവിളാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അന്യൻ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് കാലൻ്റെ എന്താ പറയുക പുസ്തകത്തിലുള്ള ശിക്ഷകളൊക്കെയാണ് അവൻ നടപ്പാക്കുന്നത്. അതുപോലെയുള്ള സംഭവങ്ങളാണ് പുള്ളി ചെയ്യുന്നത്, അന്യൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി. അപ്പം എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അവനെ കൊന്നിട്ട് നരകത്തിലെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുകയാണ് ആ സിനിമയിൽ കാണുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം അതിനകത്തൊരു സീനുണ്ട്, അതിലെ നായികയായിട്ടുള്ള ഈ നന്ദിനി എന്നാണ് തോന്നുന്നു പേര്. ആ പെങ്കൊച്ചിന് ഏതോ ഒരു സംഗീത സദസ്സിൽ പാട്ട് പാടാൻ അനുവദിക്കാതെ വരുമ്പോൾ, അതിൻ്റെ എന്താ പറയുക ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കാതെ വരുമ്പോൾ, കാശ് മേടിച്ച് മറ്റൊരാളെ പാടാൻ അനുവദിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ഉള്ളിലെ ആ നായകൻ്റെ ഉള്ളിലെ അന്യൻ എന്ന് പറയുന്ന കാലൻ്റെ രൂപത്തിലുള്ള ആ ഒരു കഥാപാത്രം പുറത്തു വരികയും ഇതുപോലുള്ള അഴിമതി കാണിക്കുന്ന നീ ജീവിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അവനെ പൊക്കിയെടുത്ത് ആ ഒരു വയസ്സനെ പൊക്കിയെടുത്ത് ഒരു വിളക്കിൻ്റെ മുകളിലേക്ക് കുത്തിക്കൊല്ലാൻ നോക്കുന്ന ഒരു സീൻ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസരം കാശ് മേടിച്ച് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ, അവസര സമത്വം ഇല്ലാതെയാക്കുകയാണെങ്കിൽ കാലൻ നിങ്ങളെ കൊല്ലുമെന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ PSCയിലൊക്കെ ഇതുപോലെ അഴിമതി കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർ ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് കാലൻ്റെ ശിക്ഷയുടെ പുസ്തകത്തിൽ നരകത്തിൽ അതുപോലുള്ള ശിക്ഷയാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചോളുക. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 16 അനുച്ഛേദം 16 പറയുന്നത് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്നു എന്നാണ്. അല്ലെങ്കിൽ അവസര സമത്വം നൽകിയില്ലെങ്കിൽ 16 എന്ന നമ്പർ വെച്ച് കാലൻ്റെ ഹേമപുരിയിലേക്ക് ചെല്ലും, എണ്ണയിലിട്ട് വറക്കും എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്നു. ഒരു ബന്ധമില്ലാത്ത കോഡുകളാണ് നമ്മൾ പറയുന്നത്, ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്, കാരണം പരീക്ഷ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ എല്ലാം കൂടുതലൊന്നും കൂടുതലായിട്ട് പഠിച്ച് കയറ്റാനൊന്നും പറ്റുകയില്ല. അപ്പോൾ ഇതുപോലെ ഈ നിമിഷമെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടായി പോവുകയാണെങ്കിൽ പരീക്ഷാ സമയത്ത് ഇതുപോലെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും, അത് ഞാൻ ഉറപ്പ് തരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കോഡൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 16. 15 എന്താണ്? മതം, ലിംഗം, ജാതി, അതുപോലെ വർഗം, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് 15. ഇനി അടുത്തത് അനുച്ഛേദം 17. 17 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയാൻ പോകുന്നത്. ആ 17 എന്ന നമ്പർ എടുത്ത്, ഇനി അത് കൂട്ടുമൊന്നും വേണ്ട, 7 എന്നുള്ള നമ്പർ എടുത്താൽ മതി. 7 എന്ന വാക്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സംഖ്യയിൽ നിന്ന് ജന്തുക്കൾ നമുക്ക് എത്താമല്ലോ. എഴയുന്ന ജന്തുക്കൾ, പാമ്പ്, പഴുതാര, പുഴു, ഇവയൊക്കെ എഴയുന്ന ജന്തുക്കളല്ലേ. ഇവയൊക്കെ തൊടാൻ നമുക്ക് ഭയങ്കര മടിയല്ലേ. ഈ പാമ്പിനെയൊക്കെ ഇപ്പോൾ ചത്ത പാമ്പാണെങ്കിൽ പോലും നമ്മൾ കൈകൊണ്ട് തൊടും ഇല്ല, ഈ വഴുവഴാന്നിരിക്കും അല്ലേ. എഴ ജന്തുക്കളെല്ലാം അല്ല, നമുക്ക് എന്തോ ഒരു അയ്യേ നോക്കുമല്ലേ നമുക്കൊരു ബുദ്ധിമുട്ടാണ് മനസ്സുകൊണ്ട്. കുഴപ്പമൊന്നും ഇല്ലേലും നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ ജന്തുക്കളെയൊക്കെ തൊടാൻ, പുഴുവിനെയൊക്കെ തൊടാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. അൺടച്ചബിലിറ്റി, തൊടാൻ ബുദ്ധിമുട്ടാണ്, അൺടച്ചബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. സോ തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 17. അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് 17 എന്നറിഞ്ഞിരിക്കുക. ജന്തുക്കളെ തൊടാൻ ബുദ്ധിമുട്ടാണ്, എഴയുന്ന ജന്തുക്കളെ 17. അൺടച്ചബിലിറ്റി കണക്ട് ചെയ്യാം. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 17 എന്നറിഞ്ഞിരിക്കുക. അതുപോലെ മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏത് എന്ന് ചോദിച്ചാലും അത് അനുച്ഛേദം 17 മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് അനുച്ഛേദം 17. ഓക്കെ, അപ്പോൾ 15 പഠിച്ചു, 16 പഠിച്ചു, 17 പഠിച്ചു, പിന്നെ 14 പഠിച്ചു. ഓക്കെ, ഇനി ഒരെണ്ണോടെ ഈ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവാം. അനുച്ഛേദം 18. ഈ 18 വയസ്സാകുമ്പോഴല്ലേ നമുക്കൊരു പ്രായപൂർത്തിയായി ഒന്നൊരു തൻ്റെടമൊക്കെ വരുന്നത് അല്ലേ. 18 വയസ്സാകുമ്പോൾ നമ്മൾ എന്തോ സംഭവമായെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. 18 വയസ്സാകുമ്പോൾ കുറച്ച് തൻ്റെടമൊക്കെ വരുമെന്ന് വിചാരിച്ചാൽ മതി. അപ്പം പ്രായപൂർത്തിയായതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് ഷോ ഓഫ് കാണിക്കണം, അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഒക്കെ എടുത്താൽ നമുക്ക് ആ പദവി നിയമമൊക്കെ നമ്മുടെ പേരിന് പുറകിൽ ചേർക്കണമെന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ 18 വയസ്സായാലും അഹങ്കാരം വരുമ്പോൾ നമ്മൾ നേടിയ അച്ചീവ്മെൻ്റൊക്കെ നമ്മുടെ പേരിൻ്റെ എന്താ പറയുക കൂടെ ചേർത്ത് നമ്മൾ വലിയ സംഭവമായി നാട്ടുകാരെ കാണിക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു അഹങ്കാരം വരുമെന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ പദവി നാമങ്ങൾ പേരിനോടൊപ്പം ചേർക്കുന്ന 18 വയസ്സിൽ അഹങ്കാരം വരുമ്പോൾ പദവി നാമങ്ങളൊക്കെ നമ്മുടെ പേരിനോട് ചേർക്കുമെന്ന് ഒക്കെ ഒന്ന് ഓർത്താൽ അതുമായിട്ട് കണക്ട് ചെയ്യാം. പദവി നാമങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 18. അക്കാദമിക് ആയിട്ടുള്ളതും മിലിറ്ററി പരമായിട്ടുള്ളതും അല്ലാത്ത
പദവിനാമങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 18. പദവിനാമങ്ങൾ നിരോധിക്കുന്നു അനുച്ഛേദം 18. അക്കാദമിക്കും മിലിറ്ററിയും അത് ഒഴികെയുള്ളതാണ്, അത് പറ്റും. എന്നാൽ അല്ലാതെയുള്ള പദവിനാമങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 18 എന്നറിഞ്ഞിരിക്കുക. സോ ഈ ചോദ്യത്തോട് ബന്ധപ്പെട്ട് നമ്മൾ 14 പഠിച്ചു, 15 പഠിച്ചു, 16 പഠിച്ചു, 17 പഠിച്ചു, 18 പഠിച്ചു. കാലനൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് പഠിച്ചത്. നിങ്ങളൊക്കെ ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനുച്ഛേദം 19(1) എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷനുകൾ 6, 5, 4, 10. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് അനുച്ഛേദം 19(1) പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് അനുച്ഛേദം 19(1) പ്രതിപാദിക്കുന്നത്. ഇനി ഏറ്റവും വലിയ മൗലിക സ്വാതന്ത്ര്യം, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എന്തിനെ പറ്റിയും, ഇപ്പോൾ ഗവൺമെൻറ്റിനെ പറ്റിയും അതുപോലെ എന്താണ് എന്ത് പോരായ്മ അല്ലെങ്കിൽ എന്ത് കുഴപ്പം നാട്ടിൽ നടന്നാലും നമുക്കതിനെതിരെ ഹെൽത്തി ആയിട്ട് നമ്മുടേതായ രീതിയിൽ നമുക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാം, നമുക്ക് എന്തിനേയും വിമർശിക്കാം. അതാണ് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ നട്ടെല്ല് എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും ആദ്യത്തേത്. എ എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റിലെ ആദ്യത്തേത്, എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഭിപ്രായം പറയേണ്ടത് ആരോടാണ്? നമ്മുടെ കൂടെയുള്ള ആരുടെയും ഒക്കെ, നമ്മുടെ കമ്പനിക്കാരൊക്കെ ഒത്തുചേരുമ്പോഴാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. അല്ല തന്നെ ഇരുന്ന് നമ്മൾ വീട്ടിൽ ഇരുന്ന് ആരുടെയും അഭിപ്രായം പറയും. ഇപ്പോൾ ആൾക്കാർ മൊബൈലിൽ ലൈവൊക്കെ പോയി പറയും. അതൊന്നും ഓർക്കണ്ട. നിങ്ങൾ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നു എന്ന് ഓർത്താൽ മതി. ഓക്കെ, എല്ലാവരും കൂടെ സമ്മേളിക്കുമ്പോൾ അഭിപ്രായം പറയുന്നു. സമ്മേളിക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, അതാണ് ബി. 19(1) ബി. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നു. അഭിപ്രായം പറയാൻ സമ്മേളിക്കുന്നു എന്ന് ഓർത്താൽ അഭിപ്രായ സ്വാതന്ത്ര്യം, സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം രണ്ടെണ്ണമായി, എയും ബിയുമായി. ഇനി സമ്മേളിച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും കൂടെ കൂടി ചേർന്ന് സമ്മേളിച്ച് കഴിഞ്ഞ് എന്തുണ്ടാവും? സംഘടനയൊക്കെ ഉണ്ടാവുമല്ലേ? സമ്മേളിച്ചല്ലേ സംഘടന ഉണ്ടാകുന്നത് എന്ന് ഓർത്താൽ മതി. സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് സിയിൽ പറയുന്നത്. 19(1) സിയിൽ പറയുന്നത് സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ കോർത്ത് കണക്ട് ചെയ്ത് നമുക്ക് പോകാം. ആദ്യം അഭിപ്രായം പറയുന്നു. അഭിപ്രായം പറയുന്ന ആരോടാണ്? എല്ലാവരും കൂടെ സമ്മേളിക്കുമ്പോൾ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ബി. പിന്നെ സമ്മേളിക്കുമ്പോൾ എന്താണ്? സംഘടനകൾ ഉണ്ടാകുന്നു. സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സി. ഓക്കെ, ഇനി സംഘടനയൊക്കെ രൂപീകരിച്ചാൽ അല്ലേ ഉള്ളൂ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ സർക്കാരിനെതിരെ നമുക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മാർച്ച് നടത്തണമെങ്കിൽ സഞ്ചാരം സ്വാതന്ത്ര്യം വേണമല്ലോ. സഞ്ചാര സ്വാതന്ത്ര്യം അടുത്ത പോയിന്റിലേക്ക് എത്തി. ഡി എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഡിയിൽ പറയുന്നത്. 19(1) ഡിയിൽ പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം. ഇനി പകല് മുഴുവൻ ഇങ്ങനെ മാർച്ചൊക്കെ നടത്തി സഞ്ചരിച്ച് കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ ക്ഷീണിക്കുമല്ലേ? അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി അന്തി ഉറങ്ങണ്ടേ, താമസിക്കണ്ടേ? അപ്പോൾ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ഇയിൽ പറയുന്നത്. 19(1) ഇയിൽ പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അഭിപ്രായം, സമ്മേളിച്ചു, സംഘടന, സഞ്ചാരം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നു, അങ്ങനെ 5 എണ്ണം. ഓക്കെ, ഇനി താമസിച്ച് ചുമ്മാ സംഘടനയും നടത്തി സഞ്ചാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അഭിപ്രായം പറഞ്ഞ് താമസിച്ചാൽ മാത്രം മതിയോ? നമുക്ക് വയറ്റിലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണ്ടേ? അപ്പോൾ മാന്യമായ ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ജിയിൽ പറയുന്നത്. 19(1) ജിയിൽ പറയുന്നത് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം, അതാണ് 19(1) ജി. ഓക്കെ, അപ്പോൾ എ മുതൽ ജി വരെ നമ്മൾ പഠിച്ചു. ആദ്യത്തേത് അഭിപ്രായ സ്വാതന്ത്ര്യം, രണ്ടാമത്തേത് സമ്മേളിക്കുന്നതിനുള്ളത്, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, പിന്നെ സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ചില പുസ്തകങ്ങളിൽ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്ന് മാത്രം കാണാറുണ്ട്. മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണെന്ന് ഓർത്തുകൊള്ളുക. മാന്യമായ തൊഴിലുകൾ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. ഓക്കെ, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അത്രയുമാണ് 19(a) മുതൽ 19(1) ജി വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ, മൗലികാവകാശങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഏതാണ് നിരോധിച്ചത്? സ്വത്തവകാശം. അതെടുത്ത് ചോദിക്കാം. മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്വത്തവകാശം ഏത് ഭേദഗതി വഴിയാണ് ഒഴിവാക്കിയത് എന്ന് ചോദിക്കും. 19(1)(f)ലായിരുന്നു അത് കിടന്നത്. 19(1)(f). ഓക്കെ, 19(1)(f)ൽ കിടന്ന സ്വത്തവകാശം ഏത് ഭേദഗതി വഴിയാണ് ഒഴിവാക്കിയത് എന്ന് ചോദിച്ചാൽ 44-ാം ഭേദഗതി. നമ്പർ ഓർത്തിരിക്കുക, 44-ാം ഭേദഗതി വഴിയാണ് 19(1)(f)ൽ കിടന്ന സ്വത്തവകാശം ഒഴിവാക്കിയത് എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പും 19(1)(a) ആണ്. പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പും 19(1)(a) ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം,
ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20, 21, 22, 23 ഏത് അനുച്ഛേദമാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അവകാശം നൽകുന്ന അനുച്ഛേദം? ഏതാണ്? ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ആണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിക്കാം. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. 21ാമത്തെ അനുച്ഛേദം. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ആ ഇൻസിഡൻറ്റ് കഴിയുമ്പോൾ കുറേ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും പറഞ്ഞു കഴിയുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഈ വിവാഹമൊക്കെ കഴിക്കുമ്പോൾ ചില ഭാര്യമാർക്കൊന്നും ഭർത്താക്കന്മാർ ഈ പുക വലിക്കുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലല്ലോ. നമ്മുടെ തീവണ്ടി എന്ന സിനിമയിൽ ടോവിനോ തോമസ് പുക വലിക്കുന്നത് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇഷ്ടമില്ലല്ലോ, അത് ഓർത്താൽ മതി. അപ്പം ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ പുക വലിക്കുന്നൊന്നും ഇഷ്ടമില്ല. അപ്പോൾ കല്യാണത്തിന് മുമ്പുള്ള ആ ഒരു സമയങ്ങളിൽ എന്താ പറയുക, സ്നേഹാതുരമായ സമയങ്ങളിൽ ഇവരെ കൊണ്ട് സത്യയിടിക്കും, പുക വലിക്കാനൊന്നും പാടില്ല, അതുപോലെ മദ്യപിക്കാൻ പാടില്ല എന്നൊക്കെ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഭർത്താക്കന്മാർ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായി മാറുമ്പോൾ അവർ ഭാര്യമാർ കാണാതെ ഒളിഞ്ഞിരുന്ന് പുക വലിക്കുകയൊക്കെ ചെയ്യും. ആ ഒരു സംഭവം ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഭാര്യമാർ കാണാതെ അവിടെ ഇവിടെയൊക്കെ പോയി ഒളിച്ചിരുന്ന് പുക വലിച്ചിട്ട് ആ ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് എവിടെയെങ്കിലും കൊണ്ട് പൂട്ടി വെക്കുമെന്ന് ഓർത്താൽ മതി. ഓക്കെ, കല്യാണം കഴിയുമ്പോൾ ഭാര്യമാർ കാണാതെ ഒളിച്ചിരുന്ന് പുക വലിച്ചിട്ട് സിഗരറ്റിൻ്റെയൊക്കെ പാക്കറ്റ്, വീടിൻ്റെയൊക്കെ പാക്കറ്റ് എവിടെയെങ്കിലും കൊണ്ട് പൂട്ടി വെക്കും. ഓക്കെ, അത്രയും ഇൻസിഡൻ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കുറേ പോയിന്റുകൾ പറയാൻ പോവാണ്. പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21. 21മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ എല്ലാം പറയാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞത്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറഞ്ഞു, അതാണ് ആദ്യത്തെ പോയിന്റ്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. അതുപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം, അതും ആർട്ടിക്കിൾ 21 ആണ്. ആ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് എന്ന് ചോദിച്ചാൽ 21. അപ്പോൾ നമ്മുടെ ഇൻസിഡൻറ്റിലെ പുകവലിയുമായി കണക്ട് ചെയ്ത് പുകവലി നിരോധിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിരോധിച്ചത് ഏത് അനുച്ഛേദം അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ 21 എന്ന് കണക്ട് ചെയ്യാം. പിന്നെ കല്യാണത്തിന് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ കല്യാണത്തിൽ നിന്ന് ഇന്ത്യയിൽ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും 21 ആണ്. കല്യാണവുമായി ബന്ധപ്പെട്ട് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യം നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. സോ ഇന്ത്യയിൽ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും 21. കല്യാണത്തിൽ നിന്ന് ആ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന സംഭവത്തിലേക്ക് എത്തി, പുകവലിയിൽ നിന്ന് ആ പുകവലി നിരോധിച്ച സംഭവത്തിലേക്കും എത്തി. ഓക്കെ, 2-21 കണക്ട് ചെയ്തു. ഇനി ഒളിച്ചിരുന്ന് പുകവലി അവൻ്റെ സ്വകാര്യതയാണ് എന്ന് ഓർത്താൽ മതി. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിക്കാം. അതും 21 ആണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21. പുകവലി, സ്വകാര്യത, അതുപോലെ എന്താണ് ഒരെണ്ണോട് പറഞ്ഞല്ലോ ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്, എല്ലാം അനുച്ഛേദം 21 ആണ്. ഇനി സ്വകാര്യമായിട്ട് പുക വലിച്ചിട്ട് സിഗരറ്റിൻ്റെ പാക്കറ്റ് കൊണ്ട് പൂട്ടി വെക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആരും കാണാതെ പൂട്ടി വെക്കുന്നു. അപ്പോൾ പൂട്ടി വെക്കുന്നു എന്നതിൽ നിന്ന് പുട്ട് സ്വാമി എന്ന് കണക്ട് ചെയ്യാമല്ലോ. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് എന്ന് ചോദിക്കാം. അത് KS പുട്ടുസ്വാമി കേസാണ്. KS പുട്ടുസ്വാമി വാസസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു, 2017. KS പുട്ടുസ്വാമി എന്ന പേര് ഓർത്തിരുന്നാൽ മതി. KS പുട്ടുസ്വാമിയുടെ കേസിലാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഓക്കെ, സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് പുട്ടുസ്വാമിയുടെ കേസിലാണ് എന്നറിഞ്ഞിരിക്കുക. അപ്പം സ്വകാര്യത, പിന്നെ എന്താണ് പുകവലി നിരോധിച്ചു, പുട്ടുസ്വാമിയുടെ കേസ്, ജീവിത പങ്കാളി, ഇതെല്ലാം ആർട്ടിക്കിൾ 21 ആണെന്ന് അറിഞ്ഞിരിക്കുക. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന അനുച്ഛേദവും ആർട്ടിക്കിൾ 21. ഓക്കെ, ഇത്രയും പോയിന്റുകൾ 21 ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം കൂടിയുണ്ട്. 21A 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിക്കാം. അത് 86ാം ഭേദഗതിയാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതി. ഇനി 21A വരുന്നത് എങ്ങനെയാണെന്ന് പറയാം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏത് എന്ന് ചോദിക്കാം. അതാണ് 21A. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86ാം
ഭേദഗതി. ഓക്കെ, 86 ഭേദഗതി. ഇനി ഇങ്ങനെ എന്താ പറയുക, മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ, വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ അത് 21A ആണെന്നും അറിഞ്ഞിരിക്കുക. ആർട്ടിക്കിൾ 21A. അപ്പോൾ 21A എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 21ൽ ഉൾക്കൊള്ളിക്കുന്ന മറ്റു കാര്യങ്ങൾ, പുകവലി, ജീവിത പങ്കാളി, അതുപോലെ പുട്ടുസ്വാമി, എല്ലാം സ്വകാര്യതയും എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ 21 ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഇനി ആർട്ടിക്കിൾ 20, ആ കൂട്ടത്തിൽ തന്നെ അനുച്ഛേദം 20നെ പറ്റി നമുക്ക് പഠിച്ചു പോകാം. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണങ്ങളെ പറ്റി പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 20. ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണം അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല. അതാണ് ആദ്യത്തെ സംരക്ഷണം. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണെന്ന് തോന്നുന്നു, ഒരു ഇൻസിഡൻറ്റ് നടന്നല്ലോ. കുറേ പേര് ഈ പുലിയാണെന്ന് തോന്നുന്നു, പുലിയെ കൊന്നിട്ട് തോലൊക്കെ പൊളിച്ചെടുത്ത് പല്ലൊക്കെ മാറ്റി അവർ കറി വെച്ച് തിന്നു. പുലിയെ കറി വെച്ച് തിന്നു. ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ പുലിയെ കൊന്ന ശിക്ഷിക്കാനുള്ള നിയമം ഉള്ളത് കൊണ്ടാണല്ലോ ആ വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ കോഴിയെ കൊന്നാൽ ശിക്ഷിക്കാനുള്ള ഒരു നിയമം പെട്ടെന്ന് മനുഷ്യരെല്ലാം മാറുകയാണ്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ബീഫ് കഴിച്ച പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ട്രോളുകളൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്നൊരു മനുഷ്യരുടെ ചിന്തകളൊക്കെ മാറി കോഴി ദൈവമാണ്, അല്ലെങ്കിൽ കോഴിയെ കൊല്ലാൻ പാടില്ല, കോഴിയിറച്ചി തിന്നാൽ പാവമാണ് എന്നുള്ളൊരു ചിന്താഗതി വന്ന് കോഴിയിറച്ചി തിന്നവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം കുറച്ച് പേര് ചിക്കൻ കഴിച്ചതിൻ്റെ പേരിൽ അവരെ പോലീസ് പിടിച്ചു. അപ്പം ഇങ്ങനെ ആൾക്കാരെല്ലാം, പ്രത്യേക ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം കോഴിയിറച്ചി കഴിക്കരുത് എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗവൺമെൻറ് അവരെ ശിക്ഷിക്കാൻ ബാധ്യസ്ഥരായി, ഇങ്ങനെ പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാ ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു നിയമം ഇന്ത്യൻ ഭരണഘടനയിലുണ്ടോ? ഇല്ല. കോഴിയിറച്ചി തിന്നാൽ അറസ്റ്റ് ചെയ്യണം എന്നൊരു നിയമം ഇന്ത്യൻ ഭരണഘടനയിലില്ല. അപ്പോൾ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്താ പറയുക, മുൻകാല പ്രാബല്യത്തോടെ നിയമം കൊണ്ടുവരുന്നത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നും ഭരണഘടന എഴുതിയിട്ടുണ്ട്. അതാണ് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല. എനിക്ക് എക്സാക്റ്റ് ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാൻ അറിയത്തില്ല. അത് ഒത്തിരി എന്താ പറയുക, ഇൻ്റർപ്രിട്ടേഷൻ ഉള്ള ഒരു സംഭവമാണ് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് ഒന്ന് ഐഡിയ ഒന്നുണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു വേർഡ് ഓർത്തിരുന്നാൽ മതി. അപ്പം ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ ഒരു നിയമം ഇല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ കൊണ്ടുവരാൻ പാടില്ല എന്നൊരു സംഭവം ഭരണഘടനയിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ആർട്ടിക്കിൾ 20ലാണ്. ഇനി ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കുവാൻ പാടില്ല. അതാണ് രണ്ടാമത്തേത്. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കുവാൻ പാടില്ല. മൂന്നാമത്തേത്, ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. ക്രിമിനൽ കേസിൽ ഒരു വ്യക്തിക്ക് അയാൾക്കെതിരെ തന്നെ, ഇപ്പോൾ ഞാനൊരു കുറ്റം ചെയ്താൽ പോലീസിന് തെളിവൊന്നുമില്ല. നമ്മുടെ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയെ ഓർത്താൽ മതി. ജോർജ് കുട്ടിയോട് ശരിക്കും ഇവർ തെളിവല്ലേ ചോദിക്കുന്നത്. ഇവർ ചോദിച്ചിട്ട് ഒരു രീതിയിലും അവർക്ക്, പോലീസുകാർക്കൊരു എന്താ പറയുക, ഒരു ലൂപ്പ് ഹോൾ കിട്ടുന്നില്ല. അപ്പോൾ തനിക്കെതിരെ തന്നെ ഒരു തെളിവിന് വേണ്ടിയാണ് ആക്ച്വലി അവർ പോലീസുകാർ ചോദിക്കുന്നത്. ശരിക്കും അങ്ങനെ പാടില്ല. തനിക്കെതിരെ തന്നെ, ഞാൻ ചെയ്തൊരു കുറ്റത്തിന് എനിക്കെതിരെ തന്നെ തെളിവ് കൊണ്ടുവരാൻ എന്നോട് പറയാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കാമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഇതിനകത്ത് ഒത്തിരി ലൂപ്പ് ഹോൾ അടങ്ങിയതാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്. നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും, നിർബന്ധിക്കാനല്ലേ പാടില്ലാത്തതെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 20 ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണമാണ് പറയുന്നത്. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല, പിന്നെ തനിക്കെതിരെ തന്നെ തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. അതാണ് അനുച്ഛേദം 20 പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ റിവിഷൻ സീരീസിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പോയിന്റുകളോട് ഇവിടെ ഞാൻ ജസ്റ്റ് പറയാം, അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. ഇനി അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിന്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്, പ്രസിഡന്റിനാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലുടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശമാണ് അനുച്ഛേദം 19. 19 നമ്മൾ നേരത്തെ പറഞ്ഞ 6 അവകാശങ്ങളുണ്ടല്ലോ, അത് റദ്ദാകും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലുടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ
തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശമാണ് അനുച്ഛേദം 19 എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് അനുച്ഛേദം 20 21 അനുച്ഛേദം 20 21 റദ്ദു ചെയ്യാൻ കഴിയില്ല. എന്താണ് 20 21 ഒക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദങ്ങൾ 20 21. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലുടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശം 19 ആണെന്നും അറിഞ്ഞിരിക്കുക. ആ കൂട്ടത്തിൽ തന്നെ അനുച്ഛേദം 22 നമുക്ക് പഠിച്ചു പോകാം. 22 രണ്ട് പേര് ഒരു വ്യക്തിയെ നടക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയെ രണ്ടുപേര് അപ്പുറം ഇപ്പുറം നിന്ന് വട്ടം ഇങ്ങനെ പിടിച്ചാലോ, നമ്മുടെ അയ്യപ്പനും കോശിക്കകത്ത് ബിജു മേനോൻ ഇങ്ങനെ വട്ടം പിടിക്കത്തില്ല, അതുപോലെ രണ്ടുപേര് കോർത്ത് ഒരാളെ വട്ടം പിടിച്ചാൽ എന്ത് പറ്റും? അയാൾ ഒരു എന്താ പറയുക, ഒരു കേജിനുള്ളിൽ നിൽക്കുന്ന പോലെ ആകുമല്ലോ, ഒരു തടങ്കലിലാവും എന്ന് ഓർത്താൽ മതി. അപ്പോൾ 22 നിന്ന് ആ രീതിയിലൊന്ന് തടങ്കൽ എന്ന വാക്കിലേക്ക് എത്താമല്ലോ. 22 തടങ്കൽ. കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കൽ നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 22. ഓർത്തിരിക്കുക, കരുതൽ തടങ്കൽ നിയമത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 22. അതുപോലെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാലും അനുച്ഛേദം 22. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 22. കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ടത് അനുച്ഛേദം 22 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കരുതൽ തടങ്കലിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം തടവിൽ വെക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 3 മാസമാണ്. കരുതൽ തടങ്കലിൽ അറസ്റ്റിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം തടവിൽ വെക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 3 മാസമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിക്കാം. AK ഗോപാലൻ, AKG ആണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനെയും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 22 എന്നറിഞ്ഞിരിക്കുക. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം 22. കരുതൽ തടങ്കലുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 22. അതുപോലെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അതുപോലെ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AKG ആണെന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാലവേല നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23, 24, 25, 26 ഏത് അനുച്ഛേദമാണ് ബാലവേലയുമായി ബന്ധപ്പെട്ടത്? ബാലവേല നിരോധിക്കുന്നതുമായി അനുച്ഛേദം 24 ബാലവേല നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് അറിഞ്ഞിരിക്കുക. 23 24 ഏകദേശം ഒരേ രീതിയിലുള്ള ആർട്ടിക്കിളാണ്. 23 എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത ജോലി ചെയ്യിപ്പിക്കൽ, നിർബന്ധിച്ച് തൊഴിലടിപ്പിക്കലാണ് 23. 24 എന്ന് പറയുന്നത് ബാലവേല അല്ലെങ്കിൽ ചൈൽഡ് ലേബറാണ് 24. 23 ഫോഴ്സ്ഡ് ലേബർ, 24 ചൈൽഡ് ലേബർ. 23 ഫോഴ്സ്ഡ് ലേബർ, 24 ചൈൽഡ് ലേബർ. ഈ ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് ജോലി എടുപ്പിക്കുന്ന ആരെയാണ്? അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഒരു ആജ്ഞാപിച്ച് നീ അത് ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുന്ന ആരോടാണ്? അടിമകളോടാണ് അല്ലേ? അടിമകളോടാണ് ആജ്ഞാപിച്ച് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അടിമത്തം എന്ന വാക്ക് ആ 23 കണക്ട് ചെയ്യാമല്ലോ. നിർബന്ധിത ജോലിയിലേക്ക് അടിമത്തം കണക്ട് ചെയ്യാമല്ലോ. പണ്ട് കാലത്ത് അടിമകളാക്കുന്ന ആരെയാണ്? മനുഷ്യനെ കടത്തിക്കൊണ്ട് പോകുന്ന മനുഷ്യരെയാണ് പണ്ട് കാലത്തൊക്കെ അടിമകളാക്കുന്നത്. നമ്മൾ നസീറിൻ്റെ ഒരു സിനിമ, പേര് ഞാൻ മറന്നുപോയി, നല്ലൊരു സിനിമയായിരുന്നു, പേര് കിട്ടുന്നില്ല. ഓക്കെ, ആ നസീറിൻ്റെ സിനിമയിലൊക്കെ ഇങ്ങനെ നസീറിനെ കടത്തിക്കൊണ്ട് പോയിട്ട് അടിമയായിട്ട് അവർ ജോലി ചെയ്യിപ്പിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഒരു നമ്മുടെ പടക്കംപാട്ട് പോലത്തേക്ക് ഒരു കഥയായിരുന്നു. ലാസ്റ്റ് നസീർ തിരിച്ചു വന്ന് പ്രതികാരമൊക്കെ ചെയ്യുന്നത് മമ്മൂട്ടിയുടെ മകനായിട്ട് മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയാണ്. പേരെൻ്റെ വായി വരുന്നില്ല, എന്തോ അത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നത് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 23. മനുഷ്യക്കടത്ത്, അടിമത്തം, നിർബന്ധിച്ച് തൊഴിലെടുപ്പിക്കൽ ഇവ നിരോധിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 23. 24 ബാലവേല, ചൈൽഡ് ലേബർ നിരോധിക്കുന്നു, ബാലവേല നിരോധിക്കുന്നതാണ് 24 എന്നും അറിഞ്ഞിരിക്കുക. ഇനി 25, 26, 27, 28 ഈ അനുച്ഛേദങ്ങളെല്ലാം, ഈ 4 അനുച്ഛേദങ്ങളും മതവുമായി ബന്ധപ്പെട്ട്, മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ജസ്റ്റ് ആ 4 ഒന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ ചോദിക്കാറില്ലാത്തൊരു അനുച്ഛേദങ്ങളാണ്. സോ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അനുച്ഛേദമാണ് 25. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക, ആചരിക്കുക, പ്രചരിപ്പിക്കുക, അതിന് പറയുന്ന അനുച്ഛേദമാണ് 25. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. ഇനി എന്താണ് 26? മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം. മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് 26. മതത്തിൽ വിശ്വസിക്കുന്നു, മതത്തിൻ്റെ ജീവകാരുണ്യ സ്ഥാപനം സ്ഥാപിക്കുന്നു. 25, 26. ഓക്കെ, ഇനി 27
ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് 27. മതത്തിൻ്റെ പേരിൽ ഇനി നിങ്ങൾ അങ്ങനെ നികുതിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയായിട്ടുള്ള അവകാശമാണ് അനുച്ഛേദം 27 എന്നറിഞ്ഞിരിക്കുക. മതത്തിൽ വിശ്വസിക്കുന്നു, മതത്തിൻ്റെ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നു, പിന്നെ മതത്തിൻ്റെ പേരിൽ നികുതി കൊടുക്കുന്നതിനെ നിരോധിക്കുന്ന അനുച്ഛേദം 27, 25, 26, 27 മൂന്നെണ്ണം പറഞ്ഞു. ഇനി 28 ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് 28. ഓക്കെ, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ കാര്യങ്ങൾ നിരോധിക്കുന്ന അനുച്ഛേദമാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദമാണ് 28. 25, 26, 27, 28 നാലും മതവുമായി ബന്ധപ്പെട്ടതാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ 25. അതുപോലെ മതപരമായിട്ടുള്ള ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അനുച്ഛേദം 26. പിന്നെ മതപരമായ നികുതി കൊടുക്കുന്നതിനെ എതിർക്കുന്ന അനുച്ഛേദം 27. സ്കൂളുകളിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്ന അനുച്ഛേദം 28. 25, 26, 27, 28 നാലും പഠിച്ചു പോകുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ കൂട്ടത്തിൽ തന്നെ 29, 30 ജസ്റ്റ് പറഞ്ഞേക്കാം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന അനുച്ഛേദമാണ് 29. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 29. എന്നോട് പറയാം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 29. ഇനി 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം നൽകുന്നതാണ് 30. 29, 30 ന്യൂനപക്ഷ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നത് 29. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 30. താല്പര്യങ്ങൾ 29, വിദ്യാഭ്യാസ സ്ഥാപനം 30. 29, 30 ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടതാണ് എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് 32. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. അനുച്ഛേദം 32. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ് എന്ന് ചോദിച്ചാൽ 32ാമത്തെ അനുച്ഛേദത്തെ, 32ാമത്തെ ആർട്ടിക്കിളിനെ. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ അനുച്ഛേദമാണ് 32. ആർട്ടിക്കിൾ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് നമ്മുടെ പ്രിയാമ്പിളിലും ഉണ്ട് ഹൃദയവും ആത്മാവും ഒക്കെ. അപ്പോൾ ഹൃദയം, ആത്മാവ് എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് അറിഞ്ഞിരിക്കുക. അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഓക്കെ, മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം 32 എന്നും അറിഞ്ഞിരിക്കുക. അതുപോലെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് നമ്മുടെ പ്രിയാമ്പിളിനെ, ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മൾ കോഡൊക്കെ വെച്ച് പറഞ്ഞാണ് താക്കൂർദാസ് ഭാർഗവാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. എന്നാൽ അംബേദ്കർ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 അറിഞ്ഞിരിക്കുക. ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ. ഈ ആമുഖം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടുമല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ആമുഖം എന്ന് പറഞ്ഞാൽ ഒരു നോവലാണെങ്കിൽ ആ നോവലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്, അതുപോലെ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്, അങ്ങനെയൊക്കെയുള്ള ആ ബുക്കിൻ്റെ ഒരു ഏകദേശ രൂപരേഖ കുറച്ച് വാചകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ആമുഖം എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഈ ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്, ഈ ഒരു ഭരണഘടനയുടെ അല്ലെങ്കിൽ ഈ ഒരു ബുക്കിൻ്റെ സത്ത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഭരണഘടനയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഈ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആമുഖവുമായി ബന്ധപ്പെട്ട ഒരുപാട് സെൻറ്റൻസുകൾ, കുറച്ച് എന്താ പറയുക, ഇപ്പം തിയറട്ടിക്കലായിട്ട് നമ്മൾ എഴുതുന്ന വാചകങ്ങളുടെ രീതിയിലുള്ള സെൻറ്റൻസുകളും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ആമുഖം എന്നുള്ള ഐഡിയ വെച്ച് അതിനെയെല്ലാം മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി പോവുക. കാണാതെ പഠിക്കേണ്ടതല്ല, ഒരു മനസ്സിലാക്കി പോകേണ്ട രീതിയാണ് ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടത്. ഓക്കെ, ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും ആമുഖത്തിൽ പ്രതിഫലിക്കുന്നു. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് ആമുഖത്തിൽ പ്രസ്താവിക്കുന്നു. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ആമുഖത്തിൽ രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ
ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്? ഭരണഘടനയുടെ താക്കോല്, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഭരണഘടനയുടെ താക്കോല്, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ്. ഇപ്പോൾ താക്കോൽ എന്ന് പറഞ്ഞാൽ തുറക്കുന്നത്, ഇപ്പോൾ എന്ത് ഒരു വാതിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും ആദ്യം തുറക്കുന്നത് താക്കോലിട്ടാണല്ലോ, ഫസ്റ്റ് മെയിൻ ഡോറ്. അതുപോലെ തന്നെ ആമുഖം ഒരു മെയിൻ ഡോറാണ്. താക്കോലിട്ട് തുറന്നാലേ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഭരണഘടനയിലെ കാര്യങ്ങൾ വായിക്കാൻ പറ്റുമെന്ന് ഓർത്ത്. സോ ഭരണഘടനയുടെ താക്കോൽ ആമുഖമാണെന്ന് ഓർക്കാം. അതുപോലെ ആത്മാവ്, ഇപ്പോൾ ഇതിനകത്ത് എന്താണ് മൊത്തത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു ആത്മാവ് ഈ ആമുഖം വായിച്ചാൽ കിട്ടുമെന്ന് ഓർത്ത്. സോ ആത്മാവ്, താക്കോല്, ആത്മാവ്. പിന്നെ തിരിച്ചറിയൽ കാർഡ്, ആമുഖം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ഭരണഘടനയെക്കുറിച്ചാണ്, ഇന്ത്യൻ ഭരണഘടനയാണെന്ന് മനസ്സിലാവുമല്ലോ. സോ ഭരണഘടനയുടെ ഒരു തിരിച്ചറിയൽ കാർഡ് തന്നെയാണ് ഈ ആമുഖം. ആ രീതിയിൽ 3 ടേംസും ഓർത്തിരിക്കുക. ഭരണഘടനയുടെ താക്കോല്, ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിക്കുന്നു. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കപ്പെടുന്നു. ആ ഒരു സെൻറ്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി ആമുഖത്തെ കണക്കാക്കപ്പെടുന്നു. ഭരണഘടനയുടെ താക്കോലെന്ന് മാത്രമല്ല, ഈ ഒരു ഭരണഘടനാ നിർമ്മാതാക്കളുടെ, ഇത് സൃഷ്ടിച്ചവരുടെ മനസ്സിലേക്കുള്ള താക്കോലായിട്ട് ആമുഖത്തെ കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് ആമുഖം അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്ന് ആമുഖം അറിയപ്പെടുന്നു. ഓർത്തിരിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമെന്ന് അറിയപ്പെടുന്നു. US നിന്നാണ് ഇന്ത്യ ആമുഖം കടമെടുത്തത്. ഒരു കാലത്ത് എപ്പോഴും PSC പരീക്ഷയിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്ന്. US നിന്നാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ മുഖം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഇപ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ, സങ്കടം വന്നാൽ നമ്മൾ മറ്റേ ഇമോജിയൊക്കെ ഓർത്താൽ മതി. സങ്കടത്തിൻ്റെ മുഖം നമ്മുടെ ഇത് ഒരു എക്സ്പ്രഷൻ നമ്മുടെ മുഖത്ത് വരും, സന്തോഷം വന്നാൽ നമ്മൾ ചിരിക്കും. അങ്ങനെ മുഖം യൂസ് ചെയ്താണ് നമ്മൾ എല്ലാവിധ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്ന ഓർത്തെ മുഖം യൂസ് ചെയ്യുന്നു, ആമുഖം യൂസ് ചെയ്യുന്നു. USA നിന്നാണ് ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം, അത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു. അതാണ് പിൽക്കാലത്ത് പിന്നീട് ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. ഈ ഒരു ലക്ഷ്യപ്രമേയമാണ് പിൽക്കാലത്ത് അല്ലെങ്കിൽ പിന്നീട് ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ആ ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത്. 1947 ജനുവരി 22 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയതെന്നും ഓർത്തിരിക്കുക. 47 ജനുവരി 22, 46 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു, 47 ജനുവരി 22 പാസ്സാക്കി. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് 46 ഡിസംബർ 13, 47 ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാക്കി. ഓക്കെ, ഈ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായിട്ടൊരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു ആണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഒരു പോയിന്റ് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ ഞാൻ പറയാം. രാവുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. രാത്രി എന്ന് പറയുന്ന രാവ്, മലയാളത്തിലെ രാവ്. അപ്പോൾ രാവിൽ മുഖം കാണണമെങ്കിൽ ടോർച്ചൊക്കെ അടിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലാണെങ്കിലും വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ, ചുമ്മാ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു സെൻറ്റൻസ് ആട്ടോ. വഴികളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലുള്ളൂ രാവിലാണെങ്കിലും മുഖം കാണത്തുള്ളൂ. രാവിൽ മുഖം കാണാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കണം എന്നൊരു സംഭവം ഓർത്തേ. രാവിലാണെങ്കിൽ രാത്രിയിലാണെങ്കിലും വഴി കൂടെ നമുക്ക് സ്വാഭാവികമായി പുറത്തോടെ പോകുന്ന ആരാന്നൊക്കെ കാണണ്ടേ. ഇപ്പോൾ രാത്രി കള്ളന്മാരൊക്കെ ഉള്ള കാലഘട്ടമല്ലേ. അപ്പോൾ ഇന്നുകൊണ്ട് ഇപ്പോൾ രാവിലെ മുഖം കാണാനുള്ള സൗകര്യം ഒരുക്കണം. രാത്രിയിൽ ആരൊക്കെയാണ് വഴി കൂടെ പോകുന്നതെന്ന് അറിയണം. സ്ട്രീറ്റ് ലൈറ്റൊക്കെ വേണമെന്നൊരു സെൻറ്റൻസ് ഓർത്താൽ രാവിലെ മുഖം കാണണം. മുഖം, രാവിലെ നിന്ന് റാവുവിലേക്ക് എത്താം. മുഖം, ആമുഖം എന്ന ആശയം വേണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തി BN റാവു. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു ആണ്. ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു
ഹെഡിങ്ങോടുകൂടിയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയാണ്, വി ആർ ദ ഇല്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നുള്ള വാചകത്തിലൂടെയാണ് ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ അഥവാ വി പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തോടു കൂടിയാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് എച്ച് വി കാമത്താണ് ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ആ ഒരു പോയിന്റ് പഠിക്കാൻ നമുക്കൊരു നിരീശ്വരവാദിയുടെ ആശയം കടമെടുക്കാം. ഇപ്പം ഏതൊരു സയൻസ് പരമായിട്ടുള്ള എന്തൊരു ഇൻവെൻഷൻ നടത്തിയാലും അവിടെ കൊണ്ട് ദൈവത്തിനെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് എല്ലാ ദൈവത്തിന് നന്ദി, ഇത്രയും വലിയൊരു കാര്യം നടന്നല്ലോ എന്ന് ദൈവത്തിനെ കൊണ്ട് കമത്താൻ ദൈവത്തിൻ്റെ ആൾക്കാർ നോക്കും നിരീശ്വരവാദികൾ പറയത്തില്ലേ, കമത്തുക. ഇപ്പം ഞങ്ങൾ പറയുന്ന പിള്ളേർ പറയുന്ന ഡയലോഗാണ്, അവിടെ കൊണ്ട് ഇപ്പം എന്തെങ്കിലും നമ്മളൊരു ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുന്നത്, നമ്മളൊരു കാര്യം നേടിയെടുത്തിട്ട് ഞാൻ കാരണമാണ് എന്നുള്ള രീതി പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി കമത്തി എന്ന് പറയുന്നൊരു പരിപാടിയാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതുപോലെ സയൻസ് പരമായിട്ടുള്ള എന്തൊരു ഇൻവെൻഷൻ അല്ലെങ്കിൽ എന്ത് നേട്ടം വന്നാലും അവിടെ ദൈവത്തിനെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം കാരണമാണ്, ദൈവത്തിന് നന്ദി അല്ലെങ്കിൽ ദൈവത്തിന് സ്തുതി എന്നൊക്കെ പറയുമല്ലോ. അപ്പം ഈ ഒരു സ്ഥലത്തും ദൈവത്തിനെ കൊണ്ട് കമത്താൻ നോക്കി. പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പേര് വെച്ചൊന്നും തുടങ്ങേണ്ട, നമ്മളൊരു സെക്യുലാർ രാജ്യമാണ്, മതമില്ല അല്ലെങ്കിൽ ഒരു മതവും ഇല്ല. അതിനൊരു അർത്ഥമൊക്കെ ഉണ്ട്, ഒരു മതവും ആർക്കും ഇഷ്ടമുള്ള മതം ആചരിക്കാം, അതിനുള്ള സംഭവമൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ സെക്യുലാർ എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുള്ള വാക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ആ ഒരു വാചകത്തിൽ ആരംഭിച്ചില്ല. വളരെ നല്ലൊരു കാര്യമാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തിലാണ് ആരംഭിച്ചത്. കമത്താൻ പറ്റിയില്ല. പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് ഒരു കാമത്താണ്, എച്ച് വി കാമത്താണ്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് എച്ച് വി കാമത്താണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി 1949 നവംബർ 26 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി. ഇനി സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ ചില ഉത്തർപ്രദേശൊക്കെ ആയിരിക്കും ഓപ്ഷനെ. നമുക്ക് ശരിയാണെന്ന് തോന്നും. ഇപ്പോൾ ദേശീയഗാനമൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു നാഷണലിസത്തിൻ്റെ രീതി നോർത്ത് ഇന്ത്യയിലാണല്ലോ കൂടുതൽ. പക്ഷേ അത് നമ്മുടെ കേരളമാണ്. സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. 2020 ഈ ഒരു തീരുമാനമെടുത്തത്. ഇത് കൂടാതെ മഹാരാഷ്ട്രയും അതുപോലെ മധ്യപ്രദേശും സ്കൂൾ അസംബ്ലികളിൽ ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി. അപ്പോൾ ആദ്യം ഉത്തരവിറക്കിയത് കേരളമാണ്. സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നതിന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം കേരളമാണ് 2020. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് ഉറപ്പ് നൽകേണ്ട രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആ ഒരു സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ, പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ, ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കറാണ്. സാഹോദര്യം BR അംബേദ്കർ ഒരുപാട് എന്താ പറയുക, ദളിത് അതുപോലെ താഴ്ന്ന ജാതിയിൽ അങ്ങനെയുള്ള എല്ലാവർക്കും തുല്യത വേണമെന്നൊക്കെ ഒരുപാട് അവർക്ക് വേണ്ടിയൊക്കെ വാദിച്ച വ്യക്തിയൊക്കെയാണ്. അപ്പം റിസർവേഷനൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ നമുക്കറിയാമല്ലോ, വലിയൊരാളാണ്. അപ്പോൾ ആ ഒരു പോയിൻറ്റുമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് സാഹോദര്യം ഇവിടെ നിലനിർത്താൻ വേണ്ടി പറഞ്ഞൊരു വ്യക്തി അംബേദ്കറാണെന്ന് ആ പോയിൻറ്റ് സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കറാണ്. കാരണം താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഉയർന്ന ജാതിയിൽപ്പെട്ടവനാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും സഹോദരങ്ങളാണ്. സാഹോദര്യമാണ് ഇവിടെ വേണ്ടത്, അങ്ങനെ ഓർത്താൽ മതി. അപ്പം സാഹോദര്യമായിട്ട് ഇപ്പോൾ ജാതി വ്യവസ്ഥ വേണ്ട എന്നുള്ള രീതിയിൽ എല്ലാവരും തുല്യത വരുത്തുമ്പോൾ താഴ്ന്ന ജാതി നിൽക്കുന്നവർക്ക് മുകളിലേക്ക് കയറി വരാൻ വേണ്ടിയാണല്ലോ റിസർവേഷനൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും നമുക്ക് BR അംബേദ്കറുമായിട്ട് സാഹോദര്യം എന്ന പോയിന്റ് കണക്ട് ചെയ്യാം. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കറാണ്. ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതൊക്കെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. ഇതുപോലെയുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള വ്യവസ്ഥകളാണ് മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. പരമാധികാര
സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. സോഷ്യലിസ്റ്റ് എന്ന വാക്കിന് സ്ഥിതി സമത്വം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ ടൈമൊക്കെ ചിലപ്പോൾ വരും, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. പക്ഷേ ഈ ഒരു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉള്ളായിരുന്നു. സോഷ്യലിസ്റ്റ് അതുപോലെ മതേതര ഒന്നുമില്ലായിരുന്നു. അപ്പം പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു ഭരണഘടന വരുമ്പോൾ, ഇപ്പോൾ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക്. സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ വാക്കുകളൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്താണ് ആമുഖം അനുസരിച്ച്. അപ്പോൾ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഓക്കെ, അടുത്തത് ഭരണഘടനയിലെ ആമുഖത്തിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒരൊറ്റ വട്ടമേ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ, അത് 1976 പക്ഷേ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്. ഈ ഭേദഗതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ പറ്റത്തില്ല, വരുത്താൻ പറ്റും, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് അല്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കേസുകൾ, കോടതിയിലെ കേസുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആമുഖത്തിൽ ഒറ്റ പ്രാവശ്യം, ഇമ്പോർട്ടൻ്റ് ആണ്. ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അത് 1976 42ാം ഭേദഗതിയിലൂടെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതിയിലൂടെയാണ് 1976 ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്. ഈ 42ാം ഭേദഗതി 1976 78 എന്ന് കുറച്ച് ഭേദഗതിയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി 1976 6 അവസാനിക്കുന്നത്. 42 4ഉം 2 കൂട്ടിയാൽ 6 സോ 76 42ാം ഭേദഗതി എന്തായാലും ഉറപ്പിക്കാമല്ലോ. 44 76 42 76 എന്നൊക്കെ ആയിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. 44 എന്ന് പറഞ്ഞാൽ 4 4 8 അത്. അപ്പോൾ ആ രീതിയിൽ വേറെ കണക്ഷനൊക്കെ ഞാൻ അമെൻമെൻറ്റിൻ്റെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഇത് മനസ്സിലാക്കി പോവുക. 76 42ാം ഭേദഗതി. ആ 42ാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. ആ ഒരു 42ാം ഭേദഗതിയിലാണ് ആമുഖത്തിൽ മാറ്റം വരുത്തിയത്, ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അത് 76 42ാം ഭേദഗതി പ്രകാരം. ഓക്കെ, ഇനി മാറ്റം വരുത്തിയത് കുറച്ച് വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമായിരുന്നു ഭരണഘടന വന്നപ്പോൾ പിന്നീട് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാചകങ്ങൾ കൂട്ടിച്ചേർത്തു. അതായത് സോഷ്യലിസ്റ്റ്, മതേതരത്വം, സോഷ്യലിസ്റ്റിൻ്റെ മലയാളം പദം സ്ഥിതി സമത്വം എന്നാണ്. അപ്പോൾ ആ സ്ഥിതി സമത്വം, മതേതരത്വം, സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. 2 വാക്കുകൾ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ. ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയാം. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ, പരമാധികാര സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അപ്പോൾ സോഷ്യലിസ്റ്റും സെക്യുലർ, അതായത് സ്ഥിതി സമത്വവും മതേതരത്വവും എന്നീ 2 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റും സെക്യുലറും, സ്ഥിതി സമത്വം, മതേതരത്വം എന്നീ 2 വാക്കുകൾ ഈ ഒരു 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നായിരുന്നു, അതിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആ ഒരു ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം 76 78 ആ ടൈം നിങ്ങൾക്ക് അറിയാമല്ലോ, എമർജൻസി കൊണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്നേരം എല്ലാം ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ആ ഒരു ടൈമിൽ പ്രസിഡന്റ്. അപ്പം ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? എമർജൻസി ടൈമിൽ എന്തായാലും 42ാം ഭേദഗതി ഇന്ദിരാഗാന്ധി. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനാ പുനർപരിശോധന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് MN വെങ്കടച്ചെല്ലയ്യ. 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനാ പുനർപരിശോധന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് MN വെങ്കടച്ചെല്ലയ്യ. 2000 വർഷം 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനയുടെ പുനർപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ MN വെങ്കടച്ചെല്ലയ്യ. ഓക്കെ, ഞാൻ നേരത്തെ കുറച്ച് കേസുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഭരണഘടനയുടെ ആമുഖമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കേസുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പോകണം. ഇതും ഞാൻ പറയുന്നു, കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി പോയാൽ മതി. പേരുകളൊക്കെ മനസ്സിലൊന്ന് കോർത്ത് പോയാൽ മതി. ഓക്കെ,
ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ബെറൂബാറി കേസിലാണ്. ബെറൂബാറി, പേര് ശ്രദ്ധിച്ച്, ബെറൂബാറി, വേറെയാണ്. ആമുഖം വേറെയാണ്, ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമൊന്നും അല്ല, അതൊരു വേറെയാണ്. ബാക്കിയുള്ളതെല്ലാം അവിഭാജ്യ ഘടകമാണെന്നല്ലോ അതിൻ്റെ അർത്ഥം. വേറെയാണ് എന്ന് പറഞ്ഞത് ബെറൂബാറി എന്ന് കണക്ട് ചെയ്യാമല്ലോ. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ബെറൂബാറി കേസ് 1960. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചത് ബെറൂബാറി കേസ് 1960. എന്നാൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. 73 കേശവാനന്ദ ഭാരതി കേസ്. അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ, അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിലാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. PSCക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കേസും കൂടിയാണ്. അപ്പം പഠിച്ചു തന്നെ പോവുക. ആമുഖത്തിൽ ഭേദഗതി ചെയ്യാമെന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച്, എന്ന് വെച്ചാൽ ഭേദഗതി ചെയ്യാനുള്ള അനുച്ഛേദം 368 ഉപയോഗിച്ച് ആമുഖത്തിൽ ഭേദഗതി വരുത്താമെന്നും ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിൽ പ്രഖ്യാപിച്ചു. 1973 കേശവാനന്ദ ഭാരതി കേസ്. അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നതും ഈ കേശവാനന്ദ ഭാരതി കേസിലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പം ആമുഖത്തിൽ ഭേദഗതി വരുത്താം എന്ന് പറഞ്ഞത്, എന്നാൽ പൊതുഘടനയിൽ മാറ്റമില്ലാതെ അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് 368 ഉപയോഗിച്ച് ആമുഖത്തിൽ ഭേദഗതി വരുത്താമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസ് 73. അപ്പോൾ നേരത്തെ പറഞ്ഞു ഭാഗമല്ല എന്ന്. ബെറൂബാറി കേസിൽ ഇതിൻ്റെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം കേശവാനന്ദ ഭാരതി കേസ് ഇത് ഭാഗമാണെന്നും ഭേദഗതി വരുത്താമെന്നും പറഞ്ഞു. അതൊന്നുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിച്ച് അസന്ദിഗ്ധമായി ഈ ഒരു ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖമെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി ഒന്ന് പ്രഖ്യാപിച്ചു വേറൊരു കേസിൽ. അത് 95 LIC ഓഫ് ഇന്ത്യയുടെ ഒരു കേസാണ്. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ. LIC ഓഫ് ഇന്ത്യയിൽ ഒന്നുകൂടി ഒന്ന് 95 കേസിൽ ഒന്നുകൂടി ഒന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒരിക്കൽ കൂടി അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ച കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995. അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ വാചാടോപത്തിൻ്റെ ശേഖരമല്ല, കളക്ഷൻ ഓഫ് യൂസ്ലെസ് റിറ്റോറിക്, ഉപയോഗശൂന്യമായ വാചാടോപത്തിൻ്റെ ശേഖരമല്ല ആമുഖമെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച ഒരു കേസുണ്ട്. ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. 86 കേസാണ്. റിറ്റോറിക്കിൻ്റെ മലയാള ഒരു വിശേഷണമാണ് ഈ വാചാടോപം. ഉപയോഗശൂന്യമല്ലാത്ത വാചാടോപത്തിൻ്റെ ശേഖരമല്ല ആമുഖം. ഉപയോഗശൂന്യമായ വാചാടോപത്തിൻ്റെ ശേഖരമല്ല ആമുഖമെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ആദം പ്രകാശ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. ആദം പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന 86. അപ്പോൾ അത്രയും കേസുകൾ ആമുഖവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്ന് പറയുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ ഓരോ വാക്കുകൾക്കും കുറേ അർത്ഥതലങ്ങളുണ്ട്. അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ചോദ്യങ്ങളുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ പോകണം. ആദ്യം നമ്മൾ പരമാധികാരം അഥവാ സോവറിൻ എന്ന വാക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പരമാധികാരം, സോവറിൻ എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്ന അർത്ഥം എന്താണ്? എല്ലാത്തിലും നമുക്ക് സ്വന്തം അധികാരമുണ്ട്. നമ്മളെ ഭരിക്കാൻ ഒരുത്തിനും വരേണ്ട, നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മളാണ് നമ്മുടെ പരമാധികാരി. ആ ഒരു അർത്ഥമല്ലേ നമുക്ക് കിട്ടുന്ന പരമാധികാരം. അല്ലാതെ ഇവിടുത്തെ കാര്യം തീരുമാനിക്കാൻ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ അമേരിക്കക്കാരോ ഒന്നും വരേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമ്മൾ അവരുടെ രാജ്യം ആക്രമിക്കാനുള്ള അധികാരം വരെ നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മളെടുക്കും. അവരുടെ രാജ്യം ആക്രമിച്ച് നമ്മുടെ ഇതിൻ്റെ ഭാഗമാക്കാനും നമ്മുടെ കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കാനും ഒക്കെ നമുക്ക് തീരുമാനമെടുക്കാം. നമുക്ക് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ പരമാധികാരം നമ്മുടെ കയ്യിൽ തന്നെയാണ്. ആ ഒരു ബേസിക് ഐഡിയ അതല്ലേ പരമാധികാരം എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണോ ഉള്ളത്. ആ ഒരു ആശയം മാത്രം മതി. അത് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും. മറ്റൊരു രാജ്യത്തിൻ്റെയും ആശ്രയത്വത്തിലോ ആധിപത്യത്തിലോ അല്ലാത്ത ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇന്ത്യ എന്നതിനെ സൂചിപ്പിക്കാനായി പരമാധികാരം എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം തന്നെ, മറ്റൊരു രാജ്യത്തിൻ്റെയും ആശ്രയത്വത്തിലോ ആധിപത്യത്തിലോ അല്ലാത്ത ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇന്ത്യ എന്നതിനെ സൂചിപ്പിക്കാനായി പരമാധികാരം എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നു. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം. ഇന്ത്യക്ക് ആഭ്യന്തരമായും ബാഹ്യമായുമുള്ള
പരമാധികാരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും അതുപോലെ പുറത്തെ കാര്യം നമ്മളുടെ രീതി തീരുമാനിക്കണമെങ്കിൽ അതും നമുക്ക് തീരുമാനിക്കാം. ആ ഒരു രീതിയിൽ ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം. ഒരു പരമാധികാര രാജ്യമായതിനാൽ ഇന്ത്യക്ക് ഒരു വിദേശ രാജ്യത്തിൻ്റെ പ്രദേശം സ്വന്തമാക്കാനും സ്വന്തം ഭാഗമായി വരുന്ന പ്രദേശം മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാനും സാധിക്കും. നമ്മുടെ ഇവിടുത്തെ സ്ഥലം നമ്മൾ കൊടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യയുടെ ഭാഗമായിരുന്ന പണ്ട് ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്ന കാശ്മീർ ഇപ്പം മിലിറ്ററിയെ കൊണ്ട് പിടിച്ചെടുക്കണോ ഒക്കെ വേണമെന്നൊക്കെ നമുക്ക് തീരുമാനം എടുക്കാം. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു പരമാധികാര രാജ്യമായതിനാൽ ഇന്ത്യക്കൊരു വിദേശ രാജ്യത്തിൻ്റെ പ്രദേശം സ്വന്തമാക്കാനും സ്വന്തം ഭാഗമായി വരുന്ന പ്രദേശം മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാനും സാധിക്കും. ബംഗ്ലാദേശിനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈയിടെ വിട്ടുകൊടുത്തില്ലേ. അപ്പോൾ അതുപോലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദേശീയ പ്രസ്ഥാനമുയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രാവർത്തിക രൂപമാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പരമാധികാരം എന്ന ആശയം. ഓർത്തിരിക്കുക, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദേശീയ പ്രസ്ഥാനമുയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രാവർത്തിക രൂപമാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പരമാധികാരം എന്ന ആശയം. ആ ഒരു വാചകം ഒന്നുകൂടെ പറയാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദേശീയ പ്രസ്ഥാനമുയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രാവർത്തിക രൂപമാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന പരമാധികാരം എന്ന ആശയം. ഓക്കെ, ഇനി സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ് എന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിശേഷണങ്ങൾ. ഈ സോഷ്യലിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്ഥിതി സമത്വം എന്നാണല്ലോ. സമത്വം, എല്ലാവർക്കും ഒരു തുല്യത വേണം, എല്ലാവരും തുല്യരാണ് അല്ലേ, പണക്കാരനും പാവപ്പെട്ടവനും എല്ലാവരും തുല്യർ തന്നെയാണ്. ആ ഒരു രീതിയിലുള്ള ആശയം വെച്ചുകൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം. അപ്പോൾ എല്ലാവർക്കും തുല്യത, രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ് സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസം. പൊതുവെ സോഷ്യലിസം എന്നത് ചരക്കുകളുടെ ഉൽപ്പാദനവും വിതരണവും സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പോൾ ചരക്കുകൾ, വ്യാപാരം, ഇതെല്ലാം സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ സോഷ്യലിസം എന്നത് ചരക്കുകളുടെ ഉൽപ്പാദനവും വിതരണവും സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനമാണ് സോഷ്യലിസം. ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാ ചരക്കുകളുടെ ഇതുമെല്ലാം കാര്യങ്ങളും നടത്തുന്ന സർക്കാർ മാത്രമാണോ? അല്ല, പ്രൈവറ്റ് പ്ലേയേഴ്സും ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ കംപ്ലീറ്റ് സോഷ്യലിസം ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് ഇവിടെയുള്ളത്. ജനാധിപത്യ സ്ഥിതി സമത്വം അതാണ് ഇവിടെയുള്ളത്. ഇന്ത്യയിലേത് മിശ്ര സമ്പദ് വ്യവസ്ഥയായതിനാൽ പൊതു സ്വകാര്യ മേഖലകളുടെ സംയുക്ത സഹകരണത്തോടെയുള്ള ജനാധിപത്യ സ്ഥിതി സമത്വം അഥവാ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് നിലവിലുള്ളത്. ഇന്ത്യയിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് നിലവിലുള്ളത്. എല്ലാം സർക്കാർ മാത്രമല്ല, സർക്കാരും അതുപോലെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും കൂടെ ചേർന്നുള്ള ഒരു സഹകരണത്തോടെയുള്ള ഒരു സോഷ്യലിസമാണ് ഇവിടെയുള്ളത്. ഇന്ത്യയിലേത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അതുകൊണ്ട് പൊതു സ്വകാര്യ മേഖലകളുടെ സംയുക്ത സഹകരണത്തോടെയുള്ള ജനാധിപത്യ സ്ഥിതി സമത്വം അഥവാ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് ഇവിടെയുള്ളത്. ഇന്ത്യയിൽ സോഷ്യലിസം മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും സമന്വയവും ഗാന്ധിസത്തോട് വളരെയധികം ചായ്വുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൾ ഗാന്ധിയാണല്ലോ, അപ്പോൾ ഗാന്ധിയോട് കുറച്ചുകൂടി ചായ്വുണ്ട് ഇന്ത്യയിലെ സോഷ്യലിസത്തിന്. അപ്പോൾ ഇന്ത്യൻ സോഷ്യലിസം മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും ഒരു സമന്വയം, അതുപോലെ തന്നെ ഗാന്ധിസത്തോടാണ് കൂടുതൽ ചായ്വുള്ളത്. ഗാന്ധിസത്തോട് വളരെയധികം ചായ്വുള്ളതുമാണ് ഇന്ത്യയിലെ സോഷ്യലിസം. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആവടി സമ്മേളനം. UN ദേബാർ അധ്യക്ഷനായിട്ടുള്ള 1955 ആവടി സമ്മേളനത്തിലാണ് ഇന്ത്യക്കൊരു സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത്. അപ്പോൾ ഇന്ത്യക്കൊരു സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച കോൺഗ്രസ് സമ്മേളനം 1955 ആവടി സമ്മേളനം. അധ്യക്ഷൻ UN ദേബാർ. ഒന്നുകൂടെ പറയാം, ഇന്ത്യക്കൊരു സോഷ്യലിസ്റ്റ് ഘടന വേണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ച കോൺഗ്രസ് സമ്മേളനം 1955 ആവടി സമ്മേളനം. അധ്യക്ഷൻ UN ദേബാർ. സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ ആമുഖം വിഭാവനം ചെയ്യുന്നു. അപ്പോൾ സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ നമ്മുടെ ഭരണഘടനയിലെ ആമുഖം വിഭാവനം ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അടുത്തത് മതേതരത്വം അഥവാ സെക്യുലാർ. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കാണ് ഈ സെക്യുലാർ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് പ്രത്യേകിച്ച് വലിയ മതമൊന്നുമില്ല. ഇന്ത്യ ഒരു ഇന്ന മതത്തിൻ്റെ രാഷ്ട്രമാണ് എന്നൊന്നുമില്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വത്തിൻ്റെ സ്പഷ്ടമായ ആശയം ഉൾക്കൊള്ളുന്നു. സെക്യുലാർ കൺട്രിയാണ് ഇന്ത്യ. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ദേശീയ മതം
ഇല്ല. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ദേശീയ മതം ഇല്ല. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യമോ ക്രിസ്ത്യൻ രാജ്യമോ ഒന്നുമല്ല. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ദേശീയ മതം ഇല്ല. ഭരണഘടന എല്ലാ പൗരന്മാർക്കും അവരിഷ്ടമുള്ള മതം ആചരിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. എല്ലാ പൗരന്മാർക്കും അവരവരുടേതായ മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്നു. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പുരോഗമനവാദികളും ചിന്താഗതി എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം ഭരണഘടന, ഒരു രാജ്യത്തിൻ്റെ ബേസിക് ലോ എന്ന് പറയുന്നത് ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിൽ ഇഷ്ടമുള്ള മതം ആർക്കും ആചരിക്കാനും അതുപോലെ പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട്. ഇപ്പം ഞാൻ മതം തുടങ്ങിയാലും എനിക്ക് എൻ്റെ ഭരണഘടന അവകാശം നൽകുന്നുണ്ട് എൻ്റെ മതം എനിക്ക് പ്രചരിപ്പിക്കാൻ, പുതിയൊരു എക്സ് എന്ന് പറയുന്നൊരു മതമാണേലും. അപ്പം അങ്ങനെ മതത്തിന് ഇവിടെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. പക്ഷേ കുറച്ചൊക്കെ ഇനിയിപ്പം മതത്തിൻ്റെ കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരേണ്ട സമയം ആയി എന്നാണ് വ്യക്തിപരമായി നമുക്കൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു സ്വന്തമായി ദേശീയ മതമില്ലാത്ത ഒരു രാജ്യമാണ്. ഇന്ത്യക്ക് സ്വന്തമായി ദേശീയ മതമില്ല. ഭരണഘടന എല്ലാ പൗരന്മാർക്കും അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് മതം ആചരിക്കാനും അതുപോലെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകുന്നു. നെക്സ്റ്റ്, ജനാധിപത്യം അഥവാ ഡെമോക്രാറ്റിക് എന്ന ടേം. ജനാധിപത്യം അഥവാ ഡെമോക്രാറ്റിക്, അടുത്തത് ജനാധിപത്യം എന്ന ടേമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ വാക്കിൽ നിന്ന് കിട്ടുന്ന അർത്ഥം തന്നെ ആണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ജനാധിപത്യം, ജനങ്ങളാണ് സർവാധികാരി അല്ലെങ്കിൽ പരമാധികാരം ജനങ്ങൾക്കാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ പരമാധികാരം ജനങ്ങൾക്കാണ്. ഇനി BR അംബേദ്കറിൻ്റെ ഒരു അവസാന പ്രസംഗത്തിൽ ഒരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജനാധിപത്യം എന്ന പദം കേവലം രാഷ്ട്രീയപരമായ ജനാധിപത്യം മാത്രമല്ല, മറിച്ച് സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണ്. ഇങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് BR അംബേദ്കറാണ്. 1949 നവംബർ 25 ഈ ഒരു പ്രസംഗം നടത്തിയത്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഈ ഒരു ജനാധിപത്യം എന്ന പദം വെറും ഒരു രാഷ്ട്രീയപരമായ ജനാധിപത്യം മാത്രമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണ്. ജനാധിപത്യം എന്നത് രാഷ്ട്രീയപരമായ ജനാധിപത്യമല്ല, സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യമാണ് എന്നാണ് അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ പറഞ്ഞത്. അപ്പം ജനാധിപത്യം എന്ന് പറയുന്നത് സർവ്വ അധികാരം അല്ലെങ്കിൽ പരമാധികാരം ടേമാണ്. പരമാധികാരം ജനങ്ങൾക്ക് തന്നെയാണ് എന്നാണ് ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നെക്സ്റ്റ്, റിപ്പബ്ലിക് എന്ന ആശയം പലർക്കും ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അറിയാത്തവർ ഇപ്പം തന്നെ പഠിച്ചു പോക്കണം. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ നേരിട്ടോ പരോക്ഷമായോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രപതിയെ നമ്മൾ വോട്ട് ചെയ്താണോ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? അല്ല, പക്ഷേ നമ്മളാൽ തന്നെയാണ്, പരോക്ഷമായി തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഒരു ഇലക്ടോറൽ കോളേജൊക്കെ വെച്ച് നമുക്കറിയാമല്ലോ ആ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യം തന്നെയാണ്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി ജനങ്ങളാൽ പരോക്ഷമായി 5 വർഷ കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി ജനങ്ങളാൽ പരോക്ഷമായി 5 വർഷ കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ റിപ്പബ്ലിക് ആണെന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രത്തലവൻ ജനങ്ങളാൽ നേരിട്ടോ പരോക്ഷമായോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യവസ്ഥയാണ് റിപ്പബ്ലിക്. ഓക്കെ. ഇനി നീതി അഥവാ ജസ്റ്റിസ്. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള നീതികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. നീതിയുണ്ട്. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള നീതികളാണ് സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. ഈ 3 തരത്തിലുള്ള നീതിയും മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവയിലൂടെ നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള നീതികളായ സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം, ഇവ 3ഉം മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്നിവയിലൂടെ നേടിയെടുക്കാവുന്നതാണ്. മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവയിലൂടെ ഈ 3 തരത്തിലുള്ള സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നുള്ള നീതികൾ നേടിയെടുക്കാവുന്നതാണ്. സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം കടമെടുത്തത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണെന്നും അറിഞ്ഞിരിക്കുക. സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. അപ്പോൾ സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം 3 തരത്തിലുള്ള നീതികൾ, ആമുഖത്തിൽ പരാമർശിക്കുന്ന 3 തരത്തിലുള്ള നീതികളാണ്. പെട്ടെന്ന് ഒരുപാട് കാര്യം പറയുമ്പോൾ നാക്കിങ്ങനെ ഇതായി പോകുന്നതാണ്. നീതികളാണ് സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. ഈ 3 തരത്തിലുള്ള നീതിയും മൗലികാവകാശങ്ങൾ അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ എന്നിവയിലൂടെ നേടിയെടുക്കാവുന്നതാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം കടമെടുത്തത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്തത് സ്വാതന്ത്ര്യം അഥവാ ലിബർട്ടി. സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്കറിയാം. ബേസിക് ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. നമുക്ക്
ഉള്ള ആ ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഓർത്താൽ മതി. വ്യക്തികളുടെ പ്രവർത്തനങ്ങളിലെ നിയന്ത്രണങ്ങളുടെ അഭാവവും വ്യക്തിത്വ വികസനത്തിനായുള്ള അവസരങ്ങൾ സൃഷ്ടിക്കലുമാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പൗരന്മാർക്ക് ആമുഖം ഉറപ്പ് നൽകുന്നു. എന്നാൽ സ്വാതന്ത്ര്യം എന്നത് ഒരു പൗരന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്നും ഭരണഘടനയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒന്നാണ് എന്നും ഭരണഘടനയിൽ പരാമർശിക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു വാക്കുകൊണ്ട് പരാമർശിക്കുന്നു. അപ്പം ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പൗരന്മാർക്ക് ആമുഖം ഉറപ്പ് നൽകുന്നു. ചിന്ത, ആശയപ്രകടനം, അതുപോലെ വിശ്വാസം, മതനിഷ്ഠ, ആരാധന ഇവയ്ക്കെല്ലാമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ പൗരന്മാർക്ക് ആമുഖം ഉറപ്പ് നൽകുന്നു. സ്വാതന്ത്ര്യം എന്നത് ഒരു പൗരന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന് ഭരണഘടനയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഈ സ്വാതന്ത്ര്യമെന്നും ഈ ഒരു കാര്യം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ടെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സമത്വം അഥവാ ഈക്വാലിറ്റി. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകാതെ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരങ്ങൾ വിവേചനമില്ലാതെ നൽകുക എന്നതാണ് സമത്വം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാക്കിൻ്റെ ബേസിക് ഡെഫിനേഷൻ തന്നെ പദവിയിലും അവസരത്തിലുമുള്ള സമത്വമാണ് ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പദവിയിലും അവസരത്തിലുമുള്ള സമത്വം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്രട്ടേണിറ്റി അഥവാ സാഹോദര്യം. സാഹോദര്യ ബോധം എന്ന തത്വമാണ് സാഹോദര്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏകപൗരത്വം എന്ന ആശയത്തിലൂടെയാണ് ഭരണഘടന സാഹോദര്യം എന്ന വികാരം പ്രോത്സാഹിപ്പിക്കുന്നത്. ഏകപൗരത്വം എന്ന ആശയത്തിലൂടെയാണ് ഭരണഘടന സാഹോദര്യം എന്ന വികാരം പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ്. ഏകപൗരത്വം എന്ന ആശയത്തിലൂടെയാണ് ഭരണഘടന സാഹോദര്യം എന്ന വികാരം പ്രോത്സാഹിപ്പിക്കുന്നത്. വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്താൻ ആമുഖത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്ന ആശയം റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണെന്നും അറിഞ്ഞിരിക്കുക. വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത് നാനി പൽക്കിവാല. വി ദ പീപ്പിൾ എന്ന പുസ്തകം രചിച്ചത് നാനി പൽക്കിവാലയാണ്. ഓക്കെ, ആ ഒരു പോയിൻ്റൂടെ അതിനൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആമുഖത്തെ കുറേ പേരുകളിൽ അല്ലെങ്കിൽ കുറേ വിശേഷണങ്ങൾ ആമുഖത്തിന് നൽകിയിട്ടുണ്ട്. പലപ്പോഴും പണ്ട് കാലത്ത് PSC പരീക്ഷ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇനിയും സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയുള്ള ചോദ്യങ്ങളിലൊക്കെ ഇത് വരാം. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഈ മുൻഷി എന്ന വാക്ക് തന്നെ വലിയൊരു പണ്ഡിതൻ എന്നുള്ള അർത്ഥമൊക്കെ വരുമല്ലോ. അപ്പോൾ വലിയ പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ പോയാണല്ലോ നമ്മൾ ജാതകമൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ജാതകമൊക്കെ തയ്യാറാക്കുന്ന വലിയ പ്രായമുള്ള മുൻഷിമാരാണെന്ന് ഓർത്ത് അപ്പോൾ ജാതകവും മുൻഷി എന്ന് കണക്ട് ചെയ്യാമല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് പൽക്കിവാല. ഇപ്പോൾ കാബൂളിവാല, അതുപോലെ ബംഗാളിവാല. കാബൂളിവാല എന്ന് പറയുന്ന ഒരു വാക്ക് വാല എന്ന വാക്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ സിനിമയൊക്കെ ഉള്ളതുകൊണ്ട് കാബൂളിൽ നിന്ന് ഒരാൾ വന്നാൽ, കാബൂളിവാല വന്നാൽ നമ്മൾ അയാളോട് തിരിച്ചറിയൽ കാർഡ് ചോദിക്കുമല്ലോ. സോ തിരിച്ചറിയൽ കാർഡ് വാല, പൽക്കിവാല തിരിച്ചറിയൽ കാർഡുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ കീനോട്ട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. കീനോട്ട്, ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. നോട്ടിലേക്കുള്ള കീ നമ്മൾ തന്നെ ഏൺ ചെയ്യണം എന്നോർത്ത്. അപ്പോൾ കീ നോട്ട് ഏണസ്റ്റ് ബാർക്കറാണ് ഭരണഘടനയുടെ കീ നോട്ട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. ഹിദായം എന്ന വാക്ക് ഹൃദയവുമായിട്ടെന്ന വാക്ക് ശ്രദ്ധിച്ചാൽ ഒന്ന് എഴുതി നോക്കി. ഹിദായം എന്ന വാക്ക് എഴുതുമ്പോൾ ഹൃദയവുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ എഴുതാൻ വേണമേ. എങ്കിൽ അപ്പോൾ ഹൃദയം ആത്മാവും ഒക്കെ കണക്ട് ചെയ്യാമല്ലോ. സോ ഹിദായത്തുള്ള ആത്മാവ്, ഭരണഘടനയുടെ ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ള. ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആത്മാവെന്ന് മാത്രമാണെങ്കിൽ ഹിദായത്തുള്ള. ഭരണഘടനയുടെ ആത്മാവ് M ഹിദായത്തുള്ള, ആത്മാവ് താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. ഹൃദയവും ആത്മാവും. അപ്പോൾ ആത്മാവ് വരുന്ന മൂന്നെണ്ണം. ആത്മാവ് എന്ന് ഹിദായത്തുള്ള, ആത്മാവും താക്കോലുമാണെങ്കിൽ ജവഹർലാൽ നെഹ്റു, ഹൃദയവും ആത്മാവുമാണെങ്കിൽ താക്കൂർദാസ് ഭാർഗവ. ഓക്കെ,
നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ആശയം പറഞ്ഞത്. നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഒരു കിടിലൻ കോഡ് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ട്, പക്ഷേ നമുക്ക് പ്രൈവറ്റ് ക്ലാസ്സിലൊക്കെയാണ് പറയാറുണ്ട്. ഇപ്പം പബ്ലിക്കായിട്ടുള്ള ചാനലിൽ ദൈവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കോഡാണ്, നിരീശ്വരവാദത്തിൻ്റെ കോഡാണ്. പക്ഷേ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, കൃഷ്ണനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സാധാരണ ഇങ്ങനത്തെയൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത്, പക്ഷേ ഇത് ഇച്ചിരി ചിലപ്പം വിശ്വാസികൾക്ക് ചിലപ്പോൾ പിടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും നാം ഇത്രയും കാലം ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ തന്നെയാണ് ഭരണഘടനയുടെ ആമുഖം സ്പഷ്ടമാക്കുന്നത് എന്ന് പറഞ്ഞത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ആമുഖത്തിൽ സംക്ഷിപ്തമായി അതിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത് കോക്ക സുബ്ബറാവു ആണ്. ആമുഖത്തിൽ സംക്ഷിപ്തമായി അതിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് കോക്ക സുബ്ബറാവു. ആമുഖം അധികാരത്തിൻ്റെ ഉറവിടമോ അധികാരമില്ലായ്മയുടെ ഉറവിടമോ അല്ല എന്ന് പറഞ്ഞത് PB ഗജേന്ദ്ര ഗാഡ്കറാണ്. ഗജേന്ദ്ര ഗാഡ്കർ. ആമുഖം അധികാരത്തിൻ്റെ ഉറവിടമോ അതുപോലെ അധികാരമില്ലായ്മയുടെ ഉറവിടമോ അല്ല എന്ന് പറഞ്ഞത് PB ഗജേന്ദ്ര ഗാഡ്കർ. ഒരെണ്ണം കൂടിയുണ്ട്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലും അവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ച കുഴപ്പങ്ങളുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ജെയിംസ് ഡയർ ആണ്. ജെയിംസ് ഡയർ. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോല് അതുപോലെ അവർ പരിഹരിക്കാൻ ഉദ്ദേശിച്ച കുഴപ്പങ്ങളുമാണ് ആമുഖം എന്ന് പറഞ്ഞത് ജെയിംസ് ഡയർ ആണ്.